ഏത് രാജ്യമാണ് പലപ്പോഴും പാം ഓയിലിന്റെ രാജ്യം എന്ന് അറിയപ്പെടുന്നത്? നൈജീരിയ. നൈജീരിയ ലോകത്തിലെ ഏറ്റവും വലിയ പാം ഓയിൽ ഉൽപ്പാദകരിൽ ഒന്നാണ്. ഇത് അവരുടെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ പാം ഓയിൽ ഒരു പ്രധാന കാർഷിക ഉൽപ്പന്നമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഏത് നഗരമാണ് സ്വർണ്ണ നഗരം എന്ന് അറിയപ്പെടുന്നത്? ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഈ നഗരം പ്രശസ്തമായതും സ്വർണ്ണ നഗരം എന്നറിയപ്പെട്ടതും. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനികളിൽ പലതും ജോഹന്നാസ്ബർഗിന് ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. മകരരേഖയെ 2 തവണ മുറിച്ചുകടക്കുന്ന നദി ഏതാണ്? ലിംബോബോ നദി. ആഫ്രിക്കയിലെ ലിംബോബോ നദി മകരരേഖയെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 2 തവണ മുറിച്ചുകടക്കുന്നു. ഇത് തെക്കൻ ആഫ്രിക്കയിലെ ഒരു പ്രധാന നദിയാണ്. മൊസാംബിക്ക്, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന എന്നീ രാജ്യങ്ങളിലൂടെ ഇത് ഒഴുകുന്നു. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചുകടക്കുന്ന ഏക നദി ഏതാണ്? കോങ്കോ നദി. ആഫ്രിക്കയിലെ കോങ്കോ നദി ഭൂമധ്യരേഖയെ ഇക്വേറ്റർ 2 തവണ മുറിച്ചുകടക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയും നൈൽ നദിക്ക് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയുമാണ് കോങ്കോ. ഇത് മധ്യ ആഫ്രിക്കയിലെ പ്രധാന ജലപാതയാണ്. ആഫ്രിക്കയിലെ മിതശീതോഷ്ണ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? വെൽഡ്. ആഫ്രിക്കയിലെ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ മിതശീതോഷ്ണ പുൽമേടുകളെ വെൽഡ് എന്ന് വിളിക്കുന്നു. കാലാവസ്ഥയുടെയും സസ്യജാലങ്ങളുടെയും സ്വഭാവമനുസരിച്ച് ഇതിനെ ലോ വെൽഡ്, മിഡിൽ വെൽഡ്, ഹൈ വെൽഡ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്താണ് അറിയപ്പെടുന്നത്? സവന്ന. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേടുകൾ സവന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഴക്കാലത്തും വരണ്ട കാലാവസ്ഥയിലും വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഈ പ്രദേശങ്ങൾ വന്യജീവികൾക്ക് പേരുകേട്ടതാണ്. കിഴക്കൻ ആഫ്രിക്കൻ സവനകൾ സിംഹങ്ങൾ, സീബ്രകൾ, ജിറാഫുകൾ തുടങ്ങിയ വലിയ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ആഫ്രിക്കയിലെ ഒരു പ്രധാന ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഈജിപ്ത്. ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴം ഉൽപ്പാദകരിൽ ഒന്നാണ്. ആഫ്രിക്കയിൽ ഇത് മുൻപന്തിയിൽ നിൽക്കുന്നു. ഈന്തപ്പഴം ഈജിപ്തിലെ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ ഇത് അവിടുത്തെ പരമ്പരാഗത ഭക്ഷണരീതിയുടെ ഭാഗവുമാണ്. സീബ്രയും ജിറാഫും പോലുള്ള മൃഗങ്ങൾക്ക് പ്രശസ്തമായ ആഫ്രിക്കയിലെ പ്രദേശം ഏതാണ്? ട്രാൻസ്വാൾ പ്രദേശം, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ പ്രദേശം വന്യജീവികൾക്ക്, പ്രത്യേകിച്ച് സീബ്ര, ജിറാഫ്, സിംഹം, ആന തുടങ്ങിയ മൃഗങ്ങൾക്ക് പേരുകേട്ടതാണ്. ഈ മേഖലയിൽ ക്രൂഗർ ദേശീയോദ്യാനം പോലുള്ള നിരവധി പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇത് വലിയ സവന്ന മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. കലഹാരി മരുഭൂമിയിൽ കാണുന്ന വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. തെക്കേ ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിൽ ഇത് വ്യാപകമായി കാണപ്പെടുന്നു. പറക്കാൻ കഴിവില്ലാത്ത ഈ പക്ഷികൾക്ക് വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നൈജീരിയ. മരച്ചീനി, കസാവ്, ലോകത്തിലെ പ്രധാന ഭക്ഷ്യവിളകളിൽ ഒന്നാണ്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉത്പാദിപ്പിക്കുന്നത്. അന്നജം അടങ്ങിയ ഈ കിഴങ്ങുവർഗം വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊക്കോ ബീൻസ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്, കോട്ട് ഡി ഇവ്വാർ. ചോക്ലേറ്റ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവായ കൊക്കോ ബീൻസിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്പാദകരാണ് ഐവറി കോസ്റ്റ്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഇത് ആഗോള കൊക്കോ വിപണിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഒലിവ്, തേയില എന്നിവയുടെ ഏറ്റവും വലിയ ഉത്പാദകരായ രാജ്യങ്ങൾ യഥാക്രമം ഏതാണ്? മൊറോക്കോ, ഒലിവ്, കെനിയ, തേയില. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രധാന കാർഷിക ഉത്പന്നങ്ങളാണ് ഒലിവ്, തേയില എന്നിവ. മൊറോക്കോയാണ് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ഒലിവ് ഉത്പാദിപ്പിക്കുന്നത്. അതേസമയം കെനിയ തേയില ഉത്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ഈ രാജ്യങ്ങൾ അവരവരുടെ ഉത്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രാധാന്യമുള്ളവയാണ്.
തേയില ഉത്പാദനത്തിൽ കെനിയയുടെയും ഒലിവ് ഉത്പാദനത്തിൽ മൊറോക്കോയുടെയും ആഗോള റാങ്കുകൾ എന്തൊക്കെയാണ്? ഫാഒ 2022 അനുസരിച്ച് കെനിയ തേയിലയിൽ 3-ാം സ്ഥാനം, മൊറോക്കോ ഒലിവ് ഉത്പാദനത്തിൽ 4-ാം സ്ഥാനം. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഫാഒ 2022 കണക്കുകൾ പ്രകാരം ലോകത്ത് തേയില ഉത്പാദനത്തിൽ കെനിയയ്ക്ക് 3-ാം സ്ഥാനവും ഒലിവ് ഉത്പാദനത്തിൽ മൊറോക്കോയ്ക്ക് 4-ാം സ്ഥാനവുമുണ്ട്. ഈ റാങ്കുകൾ ഈ രാജ്യങ്ങളുടെ കാർഷിക മേഖലയുടെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സോർഗം ഉത്പാദക രാജ്യം ഏതാണ്? നൈജീരിയ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ധാന്യവിളയാണ് സോർഗം. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സോർഗം ഉത്പാദിപ്പിക്കുന്ന രാജ്യം നൈജീരിയയാണ്. വരണ്ട കാലാവസ്ഥയിൽ വളരാൻ കഴിവുള്ളതിനാൽ ഇത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒരു പ്രധാന ഭക്ഷ്യവിളയായി കണക്കാക്കപ്പെടുന്നു. ചെങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈജിപ്ത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നാണ് സൂയസ് കനാൽ. ഇത് ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള ദൂരം ഗണ്യമായി കുറക്കുന്ന ഈ കനാൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന് നിർണായകമാണ്. സൂയസ് കനാലിന്റെ വടക്കേ അറ്റത്തും തെക്കേ അറ്റത്തും സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതാണ്? പോർട്ട് സയ്യിദ് തുറമുഖം വടക്കേ അറ്റം, പോർട്ട് സൂയസ് തുറമുഖം തെക്കേ അറ്റം. സൂയസ് കനാലിന്റെ ഇരുവശത്തും 2 പ്രധാന തുറമുഖങ്ങളുണ്ട്. വടക്കേ അറ്റത്ത് പോർട്ട് സയ്യിദ് തുറമുഖവും തെക്കേ അറ്റത്ത് പോർട്ട് സൂയസ് തുറമുഖവുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖങ്ങൾ കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും കപ്പൽ സേവനങ്ങൾക്കും നിർണായകമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തീരസമതലം ഏത് രാജ്യത്താണ്? മൊസാംബിക്ക്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിനാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തീരസമതലമുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള ഈ നീണ്ട തീരപ്രദേശം അതിന്റെ സമ്പന്നമായ സമുദ്ര ആവാസവ്യവസ്ഥയ്ക്കും പ്രകൃതി വിഭവങ്ങൾക്കും പേരുകേട്ടതാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽപാത ഏതാണ്? അത് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കേപ്പ് കെയ്റോ റെയിൽപാത, കേപ്പ് ടൗൺ, ദക്ഷിണാഫ്രിക്ക മുതൽ കെയ്റോ, ഈജിപ്ത് വരെ. ആഫ്രിക്കയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽപാതയാണ് കേപ്പ് കെയ്റോ റെയിൽപാത. ഇത് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിനെയും ഈജിപ്തിലെ കെയ്റോയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ പാത ആഫ്രിക്കയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ഗതാഗത ശൃംഖലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കിംബർലി, ദക്ഷിണാഫ്രിക്ക. കിംബർലി, ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനിയാണ്. ഈ പ്രദേശം ബിഗ് ഹോൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യനിർമ്മിത കുഴിക്കും പ്രശസ്തമാണ്. ഇത് വജ്രഖനനത്തിന്റെ ഒരു പ്രധാന ചരിത്ര കേന്ദ്രമാണ്. ഏത് നഗരമാണ് വജ്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കിംബർലി, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ കിംബർലി നഗരം അതിന്റെ സമ്പന്നമായ വജ്രഖനന ചരിത്രം കാരണം വജ്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രഖനികളിലൊന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആഗോള വജ്ര വ്യവസായത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ജുഡീഷ്യൽ തലസ്ഥാനം ഏത് നഗരമാണ്? ബ്ലോംഫോണ്ടെയ്ൻ. ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 തലസ്ഥാനങ്ങളുണ്ട്: പ്രിട്ടോറിയ ഭരണനിർവഹണ തലസ്ഥാനം, കേപ്പ് ടൗൺ നിയമനിർമ്മാണ തലസ്ഥാനം, ബ്ലോംഫോണ്ടെയ്ൻ ജുഡീഷ്യൽ തലസ്ഥാനം. ബ്ലോംഫോണ്ടെയ്ൻ സുപ്രീം കോർട്ട് ഓഫ് അപ്പീലിന്റെ ആസ്ഥാനമാണ്. അതിനാൽ ഇത് രാജ്യത്തിന്റെ ജുഡീഷ്യൽ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സഹാറ മരുഭൂമി ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമി ധ്രുവപ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ്. ഏകദേശം 9.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് വടക്കേ ആഫ്രിക്കയിലെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നു. ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മരുഭൂമി ഏതാണ്? കലഹാരി മരുഭൂമി. ദക്ഷിണാഫ്രിക്കയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കലഹാരി മരുഭൂമി ബോട്സ്വാന, നമീബിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്നു. ഇത് പൂർണ്ണമായ ഒരു മരുഭൂമിയല്ല, മറിച്ച് വരണ്ടതും അർദ്ധവരണ്ടതുമായ ഒരു പ്രദേശമാണ്. സവിശേഷമായ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ്. അബിസീനിയൻ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് എത്യോപ്യയിൽ. കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യൻ ഹൈലാൻഡ്സ് എന്നും അറിയപ്പെടുന്ന അബിസീനിയൻ പീഠഭൂമി എത്യോപ്യയുടെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നു. ഇത് കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് താഴ്വരയുടെ ഭാഗമാണ്, കൂടാതെ നൈൽ നദിയുടെ നിരവധി പോഷകനദികളുടെ ഉത്ഭവസ്ഥാനവുമാണ്. മൊറോക്കോയിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? ടാഫിലാൽറ്റ് മരുഭൂമി. മൊറോക്കോയിലെ ഒരു മരുഭൂമി പ്രദേശമാണ് ടാഫിലാൽറ്റ് മരുഭൂമി. ഇത് സഹാറ മരുഭൂമിയുടെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ പ്രദേശം ഈന്തപ്പന തോട്ടങ്ങൾക്കും ചരിത്രപരമായ വാണിജ്യ പാതകൾക്കും പുരാതന കാസബകൾക്കും പേരുകേട്ടതാണ്. ലോകത്തിലെ ക്രോമിയത്തിന്റെ പകുതിയിലധികം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രോമിയം ഉത്പാദകരും കയറ്റുമതിക്കാരും ദക്ഷിണാഫ്രിക്കയാണ്. ക്രോമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിലും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു ലോഹമാണ്. സൈറേ നദിയുടെ താഴ്ന്ന ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കോങ്കോ നദി. മധ്യ ആഫ്രിക്കയിലൂടെ ഒഴുകുന്ന കോങ്കോ നദി ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയും നൈൽ നദിക്ക് ശേഷം ആഫ്രിക്കയിലെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ നദിയുമാണ്. ഇതിനു മുമ്പ് സൈറേ നദി എന്ന പേരുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1971 മുതൽ 1997 വരെ സൈറേ എന്നറിയപ്പെട്ടിരുന്ന കോങ്കോയുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ. ഏഷ്യൻ, യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളുടെ സംഗമസ്ഥാനമായി കണക്കാക്കുന്ന രാജ്യം ഏതാണ്? ഈജിപ്ത്. ഈജിപ്തിന്റെ സിനായി ഉപദ്വീപ് ഭൂമിശാസ്ത്രപരമായി ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈജിപ്തിനെ ആഫ്രിക്കൻ, ഏഷ്യൻ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റുന്നു. തന്ത്രപ്രധാനമായ സൂയസ് കനാലിന്റെ സാന്നിധ്യം കാരണം ഇത് ചരിത്രപരമായും വ്യാപാരപരമായും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവയ്ക്കിടയിലുള്ള ഒരു പ്രധാന കവാടമായി പ്രവർത്തിക്കുന്നു. ലോക ബാങ്ക് WDI വിവരങ്ങളനുസരിച്ച് ആഫ്രിക്കയിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഈജിപ്ത്. ലോകബാങ്കിന്റെ വേൾഡ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് WDI ഡാറ്റ പ്രകാരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം നടന്ന രാജ്യം ഈജിപ്താണ്. സാമ്പത്തിക വികസനവും നഗരവൽക്കരണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ച നിരക്കുള്ള ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനാണ് ലോകത്ത് ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ളത്. ഇത് സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഉയർന്ന ജനനനിരക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും ഇതിന് പ്രധാന കാരണങ്ങളാണ്. ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? നൈജീരിയ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ. ലോകത്തിലെ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിലും നൈജീരിയ മുൻനിരയിൽ നിൽക്കുന്നു. വനങ്ങൾ നിറഞ്ഞ രാജ്യം എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DRC. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DRC അതിന്റെ വിശാലമായ മഴക്കാടുകൾക്ക് പേരുകേട്ടതാണ്. അതുകൊണ്ടാണ് ഇത് വനങ്ങൾ നിറഞ്ഞ രാജ്യം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മഴക്കാടായ കോങ്കോ മഴക്കാടുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആഗോള കാലാവസ്ഥാ നിയന്ത്രണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ചരിത്രപരമായി ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏതാണ്? ഗാന. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ആഫ്രിക്കയിലെ ഗാനയെ അതിന്റെ സമ്പന്നമായ സ്വർണശേഖരം കാരണം ഗോൾഡ് കോസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു കോളനിയായിരുന്നു. ബിഗ് സഫാരി സെന്റർ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കെനിയ. കെനിയ അതിന്റെ പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും പേരുകേട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ബിഗ് സഫാരി സെന്റർ എന്നറിയപ്പെടുന്നത്. മസായി മാര, നെയ്റോബി നാഷണൽ പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മലാവി. മലാവി തടാകത്തിന്റെയും മലനിരകളുടെയും മനോഹാരിത കാരണം മലാവി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്നു. മലാവി തടാകം ആഫ്രിക്കയിലെ മൂന്നാമത്തെ വലിയ തടാകമാണ്. ചരിത്രപരമായി ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡം.
19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർക്ക് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിച്ചത്. സൊമാലി ഉപദ്വീപ് പൊതുവെ എന്താണ് അറിയപ്പെടുന്നത്? അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ആഫ്രിക്കയുടെ കൊമ്പ്, ഹോൺ ഓഫ് ആഫ്രിക്ക, സൊമാലിയ, എത്യോപ്യ, എറിത്രിയ, ജിബൂട്ടി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെ സൊമാലി ഉപദ്വീപ് ആഫ്രിക്കയുടെ കൊമ്പ്, ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൊമാലിയ, എത്യോപ്യ, എറിത്രിയ, ജിബൂട്ടി എന്നീ രാജ്യങ്ങൾ ഈ തന്ത്രപ്രധാനമായ പ്രദേശത്ത് ഉൾപ്പെടുന്നു. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഗാബൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ, സൊമാലിയ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ. ഭൂമധ്യരേഖ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നു. ഗാബൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ, സൊമാലിയ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ എന്നിവയാണ് ആ രാജ്യങ്ങൾ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സാധാരണയായി ഉയർന്ന താപനിലയും ആർദ്രതയും കാണപ്പെടുന്നു. കിളിമഞ്ചാരോയുടെ കിഴക്കൻ ചരിവുകളിൽ കാപ്പി കൃഷി ചെയ്യുന്ന ഗോത്രം ഏതാണ്? ചാഗ ഗോത്രം. കിളിമഞ്ചാരോ പർവ്വതനിരയുടെ കിഴക്കൻ ചരിവുകളിൽ വസിക്കുന്ന ഒരു പ്രമുഖ ഗോത്രമാണ് ചാഗ. പരമ്പരാഗതമായി കാപ്പി കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഇവർ ഏർപ്പെട്ടിരിക്കുന്നു. ഇവരുടെ സമ്പദ്വ്യവസ്ഥയിലും സംസ്കാരത്തിലും കാപ്പിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും പുതിയ രാജ്യമായ ദക്ഷിണ സുഡാൻ എപ്പോഴാണ് നിലവിൽ വന്നത്? 2011 ജൂലൈ 9. ദീർഘകാലം നീണ്ടുനിന്ന ആഭ്യന്തരയുദ്ധത്തിനു ശേഷം സുഡാനിൽ നിന്ന് വേർപെട്ട് 2011 ജൂലൈ 9-നാണ് ദക്ഷിണ സുഡാൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയത്. ആഫ്രിക്കൻ യൂണിയനിലെ 54-ാമത്തെ അംഗരാജ്യമാണ് ഇത്. ദക്ഷിണ സുഡാന്റെ തലസ്ഥാനം ഏതാണ്? ജൂബ. ദക്ഷിണ സുഡാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ജൂബ. വൈറ്റ് നൈൽ നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക ഭരണകേന്ദ്രം കൂടിയാണ് ജൂബ. ദക്ഷിണ സുഡാൻ ഐക്യരാഷ്ട്രസഭയിലെ എത്രാമത്തെ അംഗരാജ്യമാണ്? 193-ാമത്തെ. ദക്ഷിണ സുഡാൻ 2011 ജൂലൈ 14 ഐക്യരാഷ്ട്രസഭയിലെ 193-ാമത്തെ അംഗരാജ്യമായി ചേർന്നു. അന്താരാഷ്ട്ര രംഗത്ത് രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പിക്കുന്നതിൽ ഇത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? സാമ സുലുഹു ഹസൻ. 2021 മാർച്ചിൽ ജോൺ മഗുഫുലിയുടെ മരണശേഷം സാമ സുലുഹു ഹസൻ ടാൻസാനിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റു. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതകളിൽ ഒരാളാണ് ഇവർ. മഡഗാസ്കറിന്റെ തലസ്ഥാനവും കറൻസിയും ഏതാണ്? തലസ്ഥാനം അന്റാനനാരിവോ, കറൻസി മലഗാസി അരിയറി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് മഡഗാസ്കർ. അന്റാനനാരിവോയാണ് മഡഗാസ്കറിന്റെ തലസ്ഥാനം. മലഗാസി അരിയറി MGA ആണ് അവിടുത്തെ ഔദ്യോഗിക കറൻസി. സെനഗലിന്റെ തലസ്ഥാനവും കറൻസിയും ഏതാണ്? തലസ്ഥാനം ഡാക്കാർ, കറൻസി ഫ്രാങ്ക്, CFA ഫ്രാങ്ക്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിന്റെ തലസ്ഥാനമാണ് ഡാക്കാർ. CFA ഫ്രാങ്ക്, XOF ആണ് സെനഗലിന്റെ ഔദ്യോഗിക കറൻസി. ഇത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കറൻസിയാണ്. ജിബൂട്ടിയുടെ തലസ്ഥാനവും കറൻസിയും ഏതാണ്? തലസ്ഥാനം ജിബൂട്ടി സിറ്റി, കറൻസി ഫ്രാങ്ക്, ജിബൂട്ടിയൻ ഫ്രാങ്ക്. ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് ജിബൂട്ടി. അതിന്റെ തലസ്ഥാനം ജിബൂട്ടി സിറ്റിയാണ്. ജിബൂട്ടിയൻ ഫ്രാങ്ക്, DJF ആണ് ഔദ്യോഗിക കറൻസി. ചെങ്കടലിലേക്കുള്ള തന്ത്രപ്രധാനമായ കവാടമായി ഇത് വർത്തിക്കുന്നു. സ്റ്റെം സെല്ലുകളുടെ തർക്കരഹിതമായ ചില ഉറവിടങ്ങൾ ഏതെല്ലാമാണ്? പൊക്കിൾക്കൊടി, രക്തം, പല്ലുകൾ, അസ്ഥിമജ്ജ. പൊക്കിൾക്കൊടി, രക്തം, പല്ലുകൾ, അസ്ഥിമജ്ജ എന്നിവ സ്റ്റെം സെല്ലുകളുടെ തർക്കരഹിതമായ ഉറവിടങ്ങളാണ്. ഈ ഉറവിടങ്ങളിൽ നിന്നുള്ള മൂലകോശങ്ങൾക്ക് രോഗചികിത്സയിലും പുനരുജ്ജീവന വൈദ്യശാസ്ത്രത്തിലും വലിയ സാധ്യതകളുണ്ട്. കൂടാതെ ഭ്രൂണ സ്റ്റെം സെല്ലുകളുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രശ്നങ്ങളും ഇവയ്ക്കില്ല. കീടങ്ങളെ പ്രതിരോധിക്കുന്ന ട്രാൻസ്ജനിക് പരുത്തി BET പരുത്തി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത്?
ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയയിൽ നിന്നുള്ള ഒരു ജീൻ ജനിതക എഞ്ചിനീയറിംഗ് വഴി പരുത്തിയിൽ നിക്ഷേപിച്ചാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. ബിഇടി പരുത്തി എന്നത് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന മണ്ണിര ബാക്ടീരിയയിൽ നിന്ന് ഒരു ജീൻ വേർതിരിച്ച് പരുത്തി സസ്യത്തിലേക്ക് മാറ്റിവച്ച് ഉത്പാദിപ്പിക്കുന്ന ഒരുതരം ജനിതകമാറ്റം വരുത്തിയ വിളയാണ്. ഈ ജീൻ പരുത്തി ചെടികളെ കീടബാധയിൽ നിന്ന്, പ്രത്യേകിച്ച് ബോളുവേം, കായീച്ച പോലുള്ളവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതുവഴി കീടനാശിനികളുടെ ഉപയോഗം കുറക്കുന്നു. വർണ്ണാന്തയുടെ പ്രധാന ലക്ഷണം എന്താണ്? ഏത് ലിംഗമാണ് സാധാരണയായി ഈ സ്വഭാവം വഹിക്കുന്നത്? ചുവപ്പ്, പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരിക. സ്ത്രീകൾ രോഗവാഹകരാണ്. വർണ്ണാന്ത എന്നത് ചുവപ്പ്, പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ഒരു ജനിതക അവസ്ഥയാണ്. ഇത് എക്സ് ക്രോമസോമിലെ ഒരു തകരാറു മൂലമാണ് ഉണ്ടാകുന്നത്. പുരുഷന്മാരിലാണ് സാധാരണയായി ഈ രോഗം കാണപ്പെടുന്നത്, എന്നാൽ സ്ത്രീകൾക്ക് ഇത് രോഗവാഹകരാകാൻ സാധ്യതയുണ്ട്. ഹീമോഫീലിയയുടെ പ്രധാന സവിശേഷത എന്താണ്? ഏത് ലിംഗമാണ് രോഗവാഹകരായി പ്രവർത്തിക്കുന്നത്? രക്തം കട്ടപിടിക്കാതെ വരിക. സ്ത്രീകൾ രോഗവാഹകരാണ്. ഹീമോഫീലിയ എന്നത് രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഒരു ജനിതക രോഗമാണ്. ഇത് എക്സ് ക്രോമസോമുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ്. പുരുഷന്മാരിലാണ് പ്രധാനമായും ഈ രോഗം കാണപ്പെടുന്നത്, എന്നാൽ സ്ത്രീകൾക്ക് ഈ രോഗത്തിന്റെ വാഹകരാകാൻ കഴിയും. ടേർണർ സിൻഡ്രോമിന്റെ പ്രധാന ഫലം എന്താണ്? ഇത് പ്രധാനമായും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. വന്ധ്യത സ്ത്രീകളിൽ. ടേർണർ സിൻഡ്രോം എന്നത് സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്രോമസോം അസ്വാഭാവികതയാണ്. ഇവിടെ ഒരു എക്സ് ക്രോമസോം ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയുടെ പ്രധാന ഫലം വന്ധ്യതയാണ്. ഇത് ചെറിയ ഉയരം, കഴുത്തിൽ അസാധാരണമായ മടക്കുകൾ, അവികസിതമായ അണ്ഡാശയങ്ങൾ എന്നിവയ്ക്കും കാരണമാകുന്നു. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിന്റെ പ്രധാന ഫലം എന്താണ്? ഇത് പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത്. വന്ധ്യത പുരുഷന്മാരിൽ. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്നത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു ക്രോമസോം അസ്വാഭാവികതയാണ്. ഇവിടെ ഒരു അധിക എക്സ് ക്രോമസോം XXY ഉണ്ടാകുന്നു. ഈ അവസ്ഥയുടെ പ്രധാന ഫലം വന്ധ്യതയാണ്. ഇത് ചെറിയ വൃഷണങ്ങൾ, സ്തനവളർച്ച, ഗൈനക്കമാസ്റ്റിയ, കുറഞ്ഞ ടെസ്റ്റോസ്റ്റെറോൺ നില എന്നിവയ്ക്കും കാരണമാകും. ഡൗൺ സിൻഡ്രോമിന്റെ സവിശേഷതകൾ വിവരിക്കുക. ബുദ്ധിമാന്ദ്യം, ചരിഞ്ഞ കണ്ണുകൾ, പുറത്തേക്ക് തള്ളിനിൽക്കുന്ന നാവ്, അസാധാരണമായ ശരീരഘടന. ഡൗൺ സിൻഡ്രോം എന്നത് 21ാമത്തെ ക്രോമസോമിന്റെ ഒരു അധിക പകർപ്പ് മൂലമുണ്ടാകുന്ന ഒരു ജനിതക അവസ്ഥയാണ്. ഇതിന്റെ പ്രധാന സവിശേഷതകളിൽ ബുദ്ധിമാന്ദ്യം, ചരിഞ്ഞ കണ്ണുകൾ, പുറത്തേക്ക് തള്ളിനിൽക്കുന്ന നാവ്, അസാധാരണമായ ശരീരഘടന എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റ് ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാം. എന്താണ് ഗോൾഡൻ റൈസ്? ആരെയാണ് ഇതിന്റെ പിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഗോൾഡൻ റൈസ് എന്നത് മനുഷ്യശരീരത്തിൽ വിറ്റാമിൻ എ ആയി മാറുന്ന ബീറ്റാ കരോട്ടിൻ ഉത്പാദിപ്പിക്കുന്ന ഒരു ജീൻ അടങ്ങിയ ജൈവസാങ്കേതിക നേട്ടമാണ്. പ്രൊഫസർ ഇൻഗോ പോട്രിക്കിസ്, ഡോക്ടർ പീറ്റർ ബെയർ എന്നിവരെയാണ് ഇതിന്റെ പിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് പരിഹരിക്കുന്നതിനായി ജനിതകമാറ്റം വരുത്തിയ ഒരുതരം അരിയാണ് ഗോൾഡൻ റൈസ്. ബീറ്റാ കരോട്ടിൻ ഉത്പാദിപ്പിക്കുന്ന ജീൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിൽ വിറ്റാമിൻ എ ആയി രൂപാന്തരപ്പെടുന്നു. പ്രൊഫസർ ഇൻഗോ പോട്രിക്കിസ്, ഡോക്ടർ പീറ്റർ ബെയർ എന്നിവരാണ് ഈ സാങ്കേതികവിദ്യയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞർ. എന്താണ് അമ്നിയോസെൻസിസ്? ഇത് ഏതുതരം അവസ്ഥകൾ കണ്ടെത്താൻ സഹായിക്കുന്നു? അമ്നിയോസെൻസിസ് എന്നത് ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞിരിക്കുന്ന അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ ഒരു സാമ്പിൾ എടുത്ത് വിശകലനം ചെയ്യുന്ന പ്രസവത്തിനു മുൻപുള്ള ഒരു പരിശോധനയാണ്. ഡൗൺ സിൻഡ്രോം, ക്രോമസോം അസ്വാഭാവികതകൾ പോലുള്ള ജന്മനായുള്ള വൈകല്യങ്ങൾ കണ്ടെത്താനും ലിംഗഭേദം നിർണ്ണയിക്കാനും ഇതിലൂടെ സാധിക്കും. ഗർഭകാലത്ത് നടത്തുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പരിശോധനയാണ് അമ്നിയോസെൻസിസ്. ഗർഭപാത്രത്തിൽ നിന്ന് ചെറിയ അളവിൽ അമ്നിയോട്ടിക് ദ്രാവകം ശേഖരിച്ച് അതിലെ കോശങ്ങൾ വിശകലനം ചെയ്യുന്നു. ഡൗൺ സിൻഡ്രോം, സ്പൈന ബിഫിഡ പോലുള്ള ക്രോമസോം അസ്വാഭാവികതകളും ജനിതക വൈകല്യങ്ങളും ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. DNA ഫിംഗർപ്രിന്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? എപ്പോഴാണ്? ഇന്ത്യയിലെ DNA ഫിംഗർപ്രിന്റിംഗിന്റെ പിതാവ് എന്ന് ആരെയാണ് കണക്കാക്കുന്നത്? സർ അലഗ് ജെഫ്രിസ് 1984-ൽ DNA ഫിംഗർപ്രിന്റിംഗ് കണ്ടുപിടിച്ചു. ഡോക്ടർ ലാൽജി സിംഗ് ഇന്ത്യയിലെ DNA ഫിംഗർപ്രിന്റിംഗിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ വ്യക്തിയുടെയും DNAയുടെ തനതായ പാറ്റേണുകൾ തിരിച്ചറിയുന്ന സാങ്കേതികവിദ്യയാണ് DNA ഫിംഗർപ്രിന്റിംഗ്.
1984 സർ അലഗ് ജെഫ്രിസാണ് ഇത് കണ്ടുപിടിച്ചത്. കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനും പിതൃത്വം കണ്ടെത്താനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഡോക്ടർ ലാൽജി സിംഗ് ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് ഇന്ത്യൻ DNA ഫിംഗർ പ്രിന്റിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ക്യാൻസറുമായി ബന്ധപ്പെട്ട് മെറ്റാസ്റ്റാസിസ് എന്നാൽ എന്താണ്? മെറ്റാസ്റ്റാസിസ് എന്നാൽ ക്യാൻസർ കോശങ്ങൾ ശരീരത്തിലെ ഒരവയവത്തിൽ നിന്ന് മറ്റൊരവയവത്തിലേക്ക്, പലപ്പോഴും ഏറ്റവും അടുത്തുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ്. ക്യാൻസറിന്റെ ഏറ്റവും അപകടകരമായ സവിശേഷതകളിലൊന്നാണ് മെറ്റാസ്റ്റാസിസ്. ഇതിൽ ക്യാൻസർ കോശങ്ങൾ പ്രാഥമിക ട്യൂമറിൽ നിന്ന് വേർപെട്ട് രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് പുതിയ ട്യൂമറുകൾ രൂപപ്പെടുത്തുന്നു. ഈ വ്യാപനം ചികിത്സയെ കൂടുതൽ സങ്കീർണമാക്കുകയും രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ജീവനുള്ള കോശങ്ങൾ, ടിഷ്യൂക്കൾ അല്ലെങ്കിൽ അവയവങ്ങൾ മാറ്റിവയ്ക്കുന്ന ഒരു മെഡിക്കൽ നടപടിക്രമത്തിന് ഉപയോഗിക്കുന്ന പദം എന്താണ്? സെനോട്രാൻസ്പ്ലാന്റേഷൻ. സെനോട്രാൻസ്പ്ലാന്റേഷൻ എന്നാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് കോശങ്ങളോ ടിഷ്യൂകളോ അവയവങ്ങളോ മാറ്റിവയ്ക്കുന്ന പ്രക്രിയയാണ്. അവയവദാനത്തിനുള്ള ദാതാക്കളുടെ കുറവ് പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു. എന്നാൽ രോഗപ്രതിരോധ പ്രതികരണവും രോഗസംക്രമണ സാധ്യതയും ഇതിന്റെ പ്രധാന വെല്ലുവിളികളാണ്. മനുഷ്യന്റെ ശരാശരി ഗർഭകാലം എത്രയാണ്? 270 ദിവസം. മനുഷ്യന്റെ ശരാശരി ഗർഭകാലം ഏകദേശം 270 ദിവസമാണ്, അതായത് 9 മാസവും ഒരാഴ്ചയും. സാധാരണയായി അവസാന ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ കണക്കാക്കുമ്പോൾ ഇത് ഏകദേശം 40 ആഴ്ച വരും. ഒരു ആനയുടെ ഏകദേശ ഗർഭകാലം എത്രയാണ്? 620 ദിവസം. ആനയുടെ ഗർഭകാലം ഏകദേശം 620 ദിവസമാണ്. ഇത് കരയിലെ സസ്തനികളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ഏകദേശം 22 മാസത്തോളം നീളുന്ന ഈ കാലയളവ് ആനക്കുട്ടിയുടെ തലച്ചോറിന്റെയും ശരീരത്തിന്റെയും പൂർണ്ണമായ വികാസത്തിന് സഹായിക്കുന്നു. ക്ലോണിംഗ് എന്നാൽ എന്താണ്? അത് ജനിതകപരമായ സമാനതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ലോണിംഗ് എന്നത് ഒരു കോശത്തിന്റെയോ ജീവിയുടെയോ ജനിതകപരമായി സമാനമായ ഒരു പകർപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഇത് ലൈംഗിക ബന്ധമില്ലാതെ സന്തതികളെ ഉത്പാദിപ്പിക്കുകയും പലപ്പോഴും മാതാപിതാക്കളുമായി പൂർണ്ണമായും സമാനമാവുകയും ചെയ്യുന്നു. ക്ലോണിംഗ് എന്നത് ഒരു ജീവിയുടെയോ കോശത്തിന്റെയോ കൃത്യമായ ജനിതക പകർപ്പ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഡോളി എന്ന ചെമ്മരിയാടിന്റെ ക്ലോണിംഗ് ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. വൈദ്യശാസ്ത്രത്തിലും കൃഷിയിലും ഇതിന് വലിയ സാധ്യതകളുണ്ട്, എന്നാൽ ഇത് നിരവധി ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്ട് നിർണയിച്ചതനുസരിച്ച് മനുഷ്യ ജീനോമിലെ ജീനുകളുടെ ഏകദേശ എണ്ണം എത്രയായിരുന്നു? അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഹ്യൂമൻ ജീനോം പ്രോജക്ട് മനുഷ്യ ജീനോമിൽ ഏകദേശം 30,000 ജീനുകളാണ് ഉള്ളതെന്ന് കണ്ടെത്തി. ഗുരുതരമായ ജനിതക രോഗങ്ങളിൽ നിന്നും അകാല മരണങ്ങളിൽ നിന്നും മനുഷ്യരെ മുക്തരാക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. ഹ്യൂമൻ ജീനോം പ്രോജക്ട് HGP 1990 ആരംഭിച്ച് 2003 പൂർത്തിയായ ഒരു അന്താരാഷ്ട്ര ഗവേഷണ സംരംഭമായിരുന്നു. മനുഷ്യന്റെ DNAയിലെ എല്ലാ ജീനുകളും കണ്ടെത്തുക, അവയുടെ ക്രമം നിർണ്ണയിക്കുക, രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇത് പ്രയോജനപ്പെടുത്തുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ലാർവ ഒരു വലിയ മാറ്റത്തിലൂടെ വളർന്ന് പൂർണ്ണജീവിയായി മാറുന്നതിന് ഉപയോഗിക്കുന്ന ജൈവപരമായ പദം എന്താണ്? മെറ്റാമോർഫോസിസ്, രൂപാന്തരണം. മെറ്റാമോർഫോസിസ് എന്നത് ചില ജീവിവർഗങ്ങളുടെ ജീവിതചക്രത്തിലെ ഒരു വലിയ ജൈവപരമായ മാറ്റമാണ്. ലാർവ ഘട്ടത്തിൽ നിന്ന് പൂർണ്ണജീവിയായി മാറുന്ന പ്രക്രിയയാണിത്. തവളകൾ, ചിത്രശലഭങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഏത് ജീവിയാണ് മെറ്റാജെനിസിസ് എന്ന പ്രതിഭാസം കാണിക്കുന്നത്? ഒബീലിയ. മെറ്റാജെനിസിസ് എന്നത് ചില ജീവികളിൽ കാണുന്ന ഒരു ജീവിതചക്രമാണ്. അവിടെ ഒരു ജീവി ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും ലൈംഗികമല്ലാത്ത പ്രത്യുൽപാദനത്തിലൂടെയും മാറി മാറി കടന്നുപോകുന്നു. ഒബീലിയ, ഒരുതരം സീലന്ററേറ്റ്, ഇതിന് ഉദാഹരണമാണ്. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് എന്നറിയപ്പെടുന്നത്? ആരെയാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് കണക്കാക്കുന്നത്? സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി, സസ്യശാസ്ത്രം എന്നറിയപ്പെടുന്നു. തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സസ്യശാസ്ത്രം അഥവാ ബോട്ടണി എന്നത് സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്.
പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനും പ്രകൃതിശാസ്ത്രജ്ഞനുമായിരുന്ന തിയോഫ്രാസ്റ്റസ് BC 371 മുതൽ 287 വരെ ആണ് സസ്യങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിക്കുന്നതിനും വിവരിക്കുന്നതിനും തുടക്കമിട്ടത്. സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും തമ്മിലുള്ള പ്രധാന ഘടനാപരമായ വ്യത്യാസം എന്താണ്? ഓരോ സസ്യകോശത്തെയും ഒരു കോശഭിത്തി സെൽ വാൾ വലയം ചെയ്തിരിക്കുന്നു. ഇത് ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നില്ല. സസ്യകോശങ്ങളുടെ പ്രധാന സവിശേഷതയാണ് സെൽ വാൾ കോശഭിത്തി. സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ഈ ദൃഢമായ ഭിത്തി കോശത്തിന് രൂപവും സംരക്ഷണവും നൽകുന്നു. ജന്തുകോശങ്ങൾക്ക് കോശഭിത്തി ഇല്ലാത്തതിനാൽ അവയ്ക്ക് കൂടുതൽ വഴക്കമുണ്ട്. സസ്യങ്ങളും മൃഗങ്ങളും പോഷണരീതിയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സസ്യങ്ങൾ സ്വപോഷികളാണ്. ക്ലോറോഫിൽ ഉപയോഗിച്ച് പ്രകാശസംശ്ലേഷണത്തിലൂടെ അവ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നു. എന്നാൽ മൃഗങ്ങൾ പരപോഷികളാണ്. അവ ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നു. സസ്യങ്ങൾ സ്വപോഷികളാണ്, അതായത് അവ സൂര്യപ്രകാശവും ക്ലോറോഫില്ലും ഉപയോഗിച്ച് പ്രകാശസംശ്ലേഷണത്തിലൂടെ സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുന്നു. എന്നാൽ മൃഗങ്ങൾ പരപോഷികളാണ്. അവ സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കാതെ ഭക്ഷണത്തിനായി സസ്യങ്ങളെയും മറ്റു മൃഗങ്ങളെയും ആശ്രയിക്കുന്നു. പൂർണ്ണമായി വികസിതമായ സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും തമ്മിലുള്ള വാക്യൂളിന്റെ ഘടനയിലെ ഒരു പ്രധാന വ്യത്യാസം എന്താണ്? പൂർണ്ണമായി വികസിതമായ സസ്യകോശങ്ങൾക്ക് പലപ്പോഴും വലിയ ഒരു സെൻട്രൽ വാക്യൂൾ ഉണ്ടാകും. ഇത് ജന്തുകോശങ്ങളിൽ സാധാരണയായി ഇല്ലാതിരിക്കുകയോ വളരെ ചെറുതായിരിക്കുകയോ ചെയ്യും. സസ്യകോശങ്ങളിലെ വലിയ മധ്യവാക്യൂൾ കോശത്തിന്റെ ടർഗോർ നിലനിർത്താനും പോഷകങ്ങൾ സംഭരിക്കാനും മാലിന്യങ്ങൾ ശേഖരിക്കാനും സഹായിക്കുന്നു. ഇത് കോശത്തിലെ ജലത്തിന്റെ സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ജന്തുകോശങ്ങളിൽ വാക്യൂളുകൾ ചെറുതോ താൽക്കാലികമോ ആണ്. അവ പ്രധാനമായും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പൂക്കളുടെ സാന്നിധ്യമോ അഭാവമോ അടിസ്ഥാനമാക്കി സസ്യരാജ്യത്തെ പ്രധാനമായും ഏത് രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നു? പൂക്കുന്ന സസ്യങ്ങൾ, ഫാനെറോഗാംസ്, പൂക്കാത്ത സസ്യങ്ങൾ, ക്രിപ്റ്റോഗാംസ്. സസ്യലോകത്തെ ഈ തരംതിരിവ് വളരെ അടിസ്ഥാനപരമാണ്. ഫാനെറോഗാംസ് പുഷ്പിത സസ്യങ്ങൾ, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയെ ആവൃതബീജികളും ആൻജിയോസ്പേംസ്, അനാവൃതബീജികളും ജിംനോസ്പേംസ് എന്ന് വീണ്ടും തിരിക്കുന്നു. ക്രിപ്റ്റോഗാംസ് പുഷ്പരഹിത സസ്യങ്ങൾ, വിത്തുകളില്ലാത്ത സസ്യങ്ങളാണ്. അവ സ്പോറുകളിലൂടെ പ്രത്യുത്പാദനം നടത്തുന്നു. സസ്യരാജ്യത്തിലെ ക്രിപ്റ്റോഗാംസ് എന്ന വിഭാഗത്തിലെ 3 പ്രധാന ഉപവിഭാഗങ്ങൾ ഏവ? താലോഫൈറ്റ, താലഫൈറ്റ, ബ്രയോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ടെറഡോഫൈറ്റ. ക്രിപ്റ്റോഗാംസ് വിഭാഗത്തിൽപ്പെട്ട ഈ 3 ഉപവിഭാഗങ്ങളും സസ്യപരിണാമത്തിലെ പ്രധാന ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. താലോഫൈറ്റ ഏറ്റവും ലളിതമായ സസ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഉദാഹരണം ആൽഗകൾ. ബ്രയോഫൈറ്റകൾക്ക് യഥാർത്ഥ വേരുകളോ കാണ്ഡമോ ഇലകളോ ഇല്ല. ഉദാഹരണം മോസുകൾ. ടെറിഡോഫൈറ്റകൾക്ക് സംവഹന വ്യവസ്ഥയുണ്ട്, പക്ഷേ അവ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉദാഹരണം പന്നൽ ചെടികൾ. താലോഫൈറ്റ വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളുടെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക. സസ്യരാജ്യത്തിലെ ഏറ്റവും വലിയ വിഭാഗമാണ് താലോഫൈറ്റ. ഇതിൽ വേര്, കാണ്ഡം, ഇല എന്നിവയായി വേർതിരിക്കപ്പെടാത്ത താലസ് രൂപത്തിലുള്ള ലളിതവും പ്രാകൃതവുമായ സസ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് ഭ്രൂണങ്ങളോ സംവഹന ടിഷ്യൂകളോ ഇല്ല. ആൽഗകളും ഫംഗസുകളും ഈ വിഭാഗത്തിൽപ്പെടുന്നു. താലോഫൈറ്റ വിഭാഗം സസ്യലോകത്തിലെ ഏറ്റവും പ്രാകൃതമായ രൂപങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. ഇവയുടെ ശരീരം താലസ് എന്ന ലളിതമായ ഘടനയായി നിലനിൽക്കുന്നതിനാൽ യഥാർത്ഥ അവയവങ്ങളുടെ അഭാവം ഇവയുടെ പ്രത്യേകതയാണ്. ആൽഗകൾക്ക് പ്രകാശസംശ്ലേഷണം ചെയ്യാൻ കഴിയും, എന്നാൽ ഫംഗസുകൾക്ക് കഴിയില്ല. എന്നിരുന്നാലും രണ്ടിനും സംവഹന വ്യവസ്ഥയില്ല. ആൽഗകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ് അറിയപ്പെടുന്നത്? ആൽഗോളജി അഥവാ ഫൈക്കോളജി. ആൽഗോളജി അല്ലെങ്കിൽ ഫൈക്കോളജി എന്നത് ആൽഗകളുടെ ഘടന, പ്രത്യുത്പാദനം, ആവാസവ്യവസ്ഥ, പരിണാമം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഭക്ഷ്യവസ്തുക്കളായും ബയോഫ്യൂവൽ ഉൽപ്പാദനത്തിലും പരിസ്ഥിതി ശുദ്ധീകരണത്തിലും ആൽഗകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജലജന്യ ജീവജാലങ്ങളുടെ ഭക്ഷ്യശൃംഖലയിലും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. റോഡോഫൈസി വിഭാഗത്തിൽപ്പെട്ട ആൽഗകളെ സാധാരണയായി എന്താണ് വിളിക്കുന്നത്? ചുവന്ന ആൽഗകൾ, റെഡ് ആൽഗി. റോഡോഫൈസിയെ വിഭാഗം ചുവന്ന ആൽഗകൾ എന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്ക് ഫൈസെറിത്രിൻ എന്ന പിഗ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ നിറം ലഭിക്കുന്നത്. ആഴക്കടലിൽ കാണപ്പെടുന്ന ഇവ പലപ്പോഴും കാരാഗീനൻ, അഗർ തുടങ്ങിയ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു.
ഏതു വിഭാഗം ആൽഗകളാണ് തവിട്ടുനിറമുള്ള ആൽഗകൾ എന്ന് അറിയപ്പെടുന്നത്? ഫിയോഫൈസിയെ ഫിയോഫൈസി. ഫിയോഫൈസിയെ വിഭാഗത്തിലെ ആൽഗകൾക്ക് ഫ്യൂക്കോക്സാന്തം എന്ന പിഗമെന്റ് ഉള്ളതുകൊണ്ടാണ് തവിട്ടുനിറം ലഭിക്കുന്നത്. ഇവയിൽ ഭൂരിഭാഗവും കടൽ ആൽഗകളാണ്, കൂടാതെ വലിയ കെൽപ്പ് വനങ്ങളും ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവ കടൽ ആവാസവ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഏതു വിഭാഗം ആൽഗകളാണ് പച്ച ആൽഗകൾ എന്ന് അറിയപ്പെടുന്നത്? ക്ലോറോഫൈസിയെ വിഭാഗത്തിലെ ആൽഗകൾക്ക് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി എന്നീ പിഗമെന്റുകൾ ഉള്ളതുകൊണ്ടാണ് പച്ചനിറം ലഭിക്കുന്നത്. കരയിലെ സസ്യങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ ആൽഗകൾ ശുദ്ധജലത്തിലും കടൽ ജലത്തിലും സാധാരണയായി കാണപ്പെടുന്നു. ഇവ പ്രകാശസംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഏത് ആൽഗയാണ് ഗാമെറ്റുകളുടെ അനൈസോഗാമസ് സംയോജനത്തിന് വിധേയമാകുന്നത്? യൂഡോറീന. അനൈസോഗാമസ് സംയോജനം എന്നത് വ്യത്യസ്ത വലുപ്പമുള്ള ഗാമെറ്റുകൾ തമ്മിലുള്ള ലൈംഗിക പ്രത്യുത്പാദന രീതിയാണ്. യൂഡോറിന പോലുള്ള ആൽഗകളിൽ ഒരു വലിയ ചലിക്കാത്ത പെൺഗാമെറ്റും ഒരു ചെറിയ ചലിക്കുന്ന ആൺഗാമെറ്റും തമ്മിൽ സംയോജിക്കുന്നു. ഇത് പ്രത്യുൽപാദനത്തിന്റെ ഒരു പ്രധാന പരിണാമപരമായ ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഏത് ആൽഗയാണ് അഗർ ഉത്പാദിപ്പിക്കാൻ അറിയപ്പെടുന്നത്? ഗ്രാസിലേറിയ ഒരുതരം ചുവന്ന ആൽഗയാണ്. അഗർ ഒരു ജെല്ലി പോലെയുള്ള പദാർത്ഥമാണ്. മൈക്രോബയോളജിയിൽ കൾച്ചർ മീഡിയ ഉണ്ടാക്കാനും ഭക്ഷ്യവസ്തുക്കളിൽ കട്ടിയാക്കാനും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. സാമ്പത്തികമായും പാരിസ്ഥിതികമായും പ്രാധാന്യമുള്ള ഒരു ഉൽപ്പന്നമാണിത്. സാധാരണയായി ഭക്ഷണമായി ഉപയോഗിക്കുന്ന ചിലതരം ആൽഗകൾ ഏതെല്ലാം? ലമിനാരിയ, പോർഫൈറ, ഉൾവ, സർഗാസം, അലാരിയ. കടൽപ്പായലുകൾ ആൽഗകൾ പോഷകസമൃദ്ധമാണ്. ലമിനാരിയ, പോർഫൈറ, ഉൾവ തുടങ്ങിയ ആൽഗകൾ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിൽ പരമ്പരാഗതമായി ഭക്ഷണമായി ഉപയോഗിച്ചുവരുന്നു. ഇവയിൽ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ക്ലോറെല്ല എന്ന ആന്റിബയോട്ടിക് മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആൽഗ ഏതാണ്? ക്ലോറെല്ല എന്ന പേരുള്ള ആൽഗയിൽ നിന്നാണ് ക്ലോറലൻ എന്ന ആന്റിബയോട്ടിക് മരുന്ന് വേർതിരിച്ചെടുക്കുന്നത്. ഈ ആൽഗയ്ക്ക് ഉയർന്ന പോഷകഗുണങ്ങളുമുണ്ട്, കൂടാതെ ഇതിനെ ഒരു സൂപ്പർ ഫുഡായും കണക്കാക്കപ്പെടുന്നു. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുകയും കൃഷിയിൽ ജൈവവളമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൽഗകൾ ഏതെല്ലാം? നോസ്റ്റോക്ക്, അനബീന തുടങ്ങിയ സയനോബാക്ടീരിയകൾ, നീലഹരിത ആൽഗകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. നെൽവയലുകളിലും മറ്റും ഇവയെ ജൈവവളമായി ഉപയോഗിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അയഡിൻ അടങ്ങിയിരിക്കുന്നതും അതിന്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതുമായ ബ്രൗൺ ആൽഗ ഏതാണ്? ലാമിനാരിയ ഒരുതരം ബ്രൗൺ ആൽഗയാണ്. കടൽ വെള്ളത്തിൽ നിന്ന് അയഡിൻ ശേഖരിച്ച് സംഭരിക്കുന്നതിനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ അയഡിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ലമിനാരിയ ഉപയോഗിക്കാറുണ്ട്. പ്രകാശസംശ്ലേഷണത്തെക്കുറിച്ചുള്ള ആധുനിക അറിവുകൾ വികസിപ്പിക്കുന്നതിൽ പരീക്ഷണങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും നിർണായക പങ്ക് വഹിച്ച ആൽഗ ഏതാണ്? ക്ലോറെല്ല എന്ന ഏകകോശ ആൽഗ പ്രകാശസംശ്ലേഷണത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ലളിതമായ ഘടനയും വേഗത്തിലുള്ള വളർച്ചയും പരീക്ഷണങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമാണ്. മെൽവിൻ കാൽവിൻ തന്റെ പ്രകാശസംശ്ലേഷണ ഗവേഷണങ്ങൾക്കായി ക്ലോറെല്ല ഉപയോഗിക്കുകയും അതിലൂടെ കാൽവിൻ ചക്രം കണ്ടെത്തുകയും ചെയ്തു. ഏത് ചുവന്ന ആൽഗയിൽ നിന്നാണ് അഗർ എന്ന പദാർത്ഥം ലഭിക്കുന്നത്? അതിന്റെ സാധാരണ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ജെലീഡിയം, ഗ്രേസിലാരിയ തുടങ്ങിയ ചുവന്ന ആൽഗകളിൽ നിന്നാണ് അഗർ ലഭിക്കുന്നത്. ഇത് ജെല്ലി, ഐസ്ക്രീം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അഗർ, ജെലീഡിയം, ജലൈഡം, ഗ്രേസിലാരിയ പോലുള്ള ചില ചുവന്ന ആൽഗകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ജെല്ലി പോലെയുള്ള പദാർത്ഥമാണ്. മൈക്രോബയോളജിയിൽ കൾച്ചർ മീഡിയ ഉണ്ടാക്കാനും ഭക്ഷ്യവസ്തുക്കളിൽ കട്ടിയാക്കാനുള്ള ഘടകമായും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ബ്രൗൺ ആൽഗകളിൽ സങ്കീർണ്ണ കാർബോഹൈഡ്രേറ്റുകൾ ഏത് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്? ലമിനാറിൻ അല്ലെങ്കിൽ മാന്നിത്തോളായി. ബ്രൗൺ ആൽഗകളിൽ ഫിയോഫൈസി സങ്കീർണ്ണ കാർബോഹൈഡ്രേറ്റുകൾ ലാമിനറം,
അല്ലെങ്കിൽ മാന്നിറ്റോൾ, മാനറ്റോൾ എന്നീ രൂപങ്ങളിലാണ് പ്രധാനമായും സംഭരിക്കുന്നത്. മറ്റ് സസ്യങ്ങളിൽ അന്നജം, സ്റ്റാർച്ച് എന്ന രൂപത്തിൽ സംഭരിക്കുന്നത് പോലെയാണിത്. ജലസംഭരണികളിൽ വാട്ടർ ബ്ലൂംസ് ഉണ്ടാക്കുന്നതിനും ജലത്തിന്റെ നിലവാരം കുറയ്ക്കുന്നതിനും കാരണമാകുന്ന ആൽഗകളുടെ ജനുസ്സുകൾ ഏതെല്ലാം? മൈക്രോസിസ്റ്റിസ്, ക്രോക്കോക്കസ്, ഓസിലേറ്റോറിയ, അനബീന. ജലസംഭരണികളിൽ പോഷകങ്ങൾ അമിതമാകുമ്പോൾ, പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ്, മൈക്രോസിസ്റ്റിസ്, ക്രോക്കോക്കസ്, ഓസിലേറ്റോറിയ, അനബീന പോലുള്ള സയനോബാക്ടീരിയകൾ, നീലഹരിത ആൽഗകൾ അതിവേഗം പെരുകുകയും ജലത്തിന്റെ ഉപരിതലത്തിൽ കട്ടിയുള്ള പാട പോലെ കാണപ്പെടുകയും ചെയ്യും. ഇത് വാട്ടർ ബ്ലൂംസ് എന്നറിയപ്പെടുന്നു. ഇത് ജലത്തിലെ ഓക്സിജൻ അളവ് കുറയ്ക്കുകയും വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ജലജീവികൾക്ക് ദോഷകരമാകുകയും ചെയ്യും. തേയിലച്ചെടികളിലെ ചെമ്പ് രോഗം, റെഡ് റസ്റ്റ് എന്ന രോഗത്തിന് കാരണമാകുന്ന ആൽഗ ഏതാണ്? സെഫല്യൂറോസ്. തേയിലച്ചെടികളിൽ സാധാരണയായി കണ്ടുവരുന്ന റെഡ് റസ്റ്റ്, ചെമ്പ് രോഗം എന്ന രോഗത്തിന് കാരണമാകുന്നത് സെഫല്യൂറോസ്, സെഫല്യോറോസ് എന്ന പരാദസ്വഭാവമുള്ള ഹരിത ആൽഗയാണ്. ഇത് ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും ചുവന്ന പാടുകൾ ഉണ്ടാക്കുകയും വിളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഷുഗർ ബീറ്റ്സിന്റെ ഹൃദയ അഴുകൽ, ഹാർട്ട് റോട്ട് എന്ന രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് എന്താണ്? ബോറോൺ. ഷുഗർ ബീറ്റ്സ് ഉൾപ്പെടെയുള്ള പല സസ്യങ്ങളിലും ബോറോൺ എന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് പലതരം രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഹാർട്ട് റോട്ട് എന്നത് ഷുഗർ ബീറ്റ്സിന്റെ വളരുന്ന ഭാഗങ്ങളെയും മധ്യഭാഗത്തെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് വിളവിന് കാര്യമായ നഷ്ടം വരുത്തും. ആപ്പിളിൽ ഇന്റേണൽ കോർക്ക് എന്ന രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് ഏതാണ്? ബോറോൺ. ആപ്പിളിലെ ഇന്റേണൽ കോർക്ക് രോഗം ബോറോൺ എന്ന മൂലകത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു പോഷക അപര്യാപ്തതാ രോഗമാണ്. ഇത് പഴത്തിന്റെ ഉൾഭാഗത്ത് ബ്രൗൺ നിറത്തിലുള്ള പാടുകൾക്കും കോർക്ക് പോലുള്ള ഘടനയ്ക്കും കാരണമാകുന്നു. സസ്യവളർച്ചയ്ക്ക് ബോറോൺ അത്യന്താപേക്ഷിതമാണ്. സിട്രസ് സസ്യങ്ങളിൽ ഡൈബാക്ക് രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് ഏതാണ്? കോപ്പർ. സിട്രസ് സസ്യങ്ങളിൽ കാണുന്ന ഡൈബാക്ക് രോഗം കോപ്പർ, ചെമ്പ് എന്ന സൂക്ഷ്മ മൂലകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ്. ഇത് മരക്കൊമ്പുകൾ ഉണങ്ങുന്നതിനും ഇലകളിൽ മഞ്ഞളിപ്പിനും പഴങ്ങൾ ചെറുതാവുന്നതിനും ഇടയാക്കും. കോപ്പർ സസ്യങ്ങളിലെ പല എൻസൈം പ്രവർത്തനങ്ങൾക്കും ഫോട്ടോസിന്തസിസിനും പ്രധാനമാണ്. കാബേജിൽ, വിപ്റ്റയിൽ രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് ഏതാണ്? മോളിബ്ഡിനം. കാബേജ് പോലുള്ള ക്രൂസിഫെറസ് വിളകളിലുണ്ടാകുന്ന വിപ്റ്റയിൽ രോഗം മോളിബ്ഡിനം എന്ന മൂലകത്തിന്റെ കുറവ് മൂലമാണ്. ഇത് സസ്യങ്ങളുടെ ഇലകൾ ചെറുതാവുന്നതിനും നേർത്തതും നീളമുള്ളതുമായ രൂപം കൈവരിക്കുന്നതിനും കാരണമാകുന്നു. നൈട്രജൻ മെറ്റബോളിസത്തിൽ മോളിബ്ഡിനത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. സിട്രസ് സസ്യങ്ങളിൽ ലിറ്റിൽ ലീഫ് രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് ഏതാണ്? സിങ്ക്. സിട്രസ് സസ്യങ്ങളിലെ ലിറ്റിൽ ലീഫ് രോഗം സിങ്ക് എന്ന സൂക്ഷ്മ മൂലകത്തിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥയിൽ സസ്യങ്ങളുടെ ഇലകൾ ചെറുതാവുകയും വികൃതമാവുകയും ഇളം മഞ്ഞ നിറമാകുകയും ചെയ്യും. സിങ്ക് ഓക്സിൻ ഉത്പാദനത്തിലും എൻസൈം പ്രവർത്തനങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്നു. നെല്ലിലെ കൈറ രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് ഏതാണ്? സിങ്ക്. നെല്ലിൽ കാണുന്ന കൈറ രോഗം സിങ്ക് എന്ന മൂലകത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു പ്രധാന വിള രോഗമാണ്. ഈ രോഗം നെൽച്ചെടികളുടെ വളർച്ച മുരടിക്കാനും ഇലകളിൽ മഞ്ഞളിപ്പും തവിട്ടുനിറവും ഉണ്ടാക്കാനും വിളവ് കുറയ്ക്കാനും ഇടയാക്കുന്നു. വിളവെടുപ്പിനെ സാരമായി ബാധിക്കുന്ന ഈ രോഗം സിങ്ക് വളങ്ങൾ ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ്. ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും റീക്ലമേഷൻ രോഗത്തിന് കാരണമാകുന്ന അവശ്യ മൂലകത്തിന്റെ കുറവ് ഏതാണ്? കോപ്പർ. ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും കണ്ടുവരുന്ന റീക്ലമേഷൻ രോഗം കോപ്പർ, ചെമ്പ് എന്ന സൂക്ഷ്മ മൂലകത്തിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്. ഈ രോഗം സസ്യങ്ങളുടെ വളർച്ച മുരടിക്കാനും ഇലകൾ വിളർന്നുപോകാനും പുഷ്പിക്കാത്ത അവസ്ഥയ്ക്കും കാരണമാകുന്നു. കോപ്പർ സസ്യങ്ങളിലെ ഫോട്ടോസിന്തസിസിനും ശ്വാസമെടുക്കുന്ന പ്രക്രിയകൾക്കും അത്യന്താപേക്ഷിതമാണ്. ഒരു ആവാസവ്യവസ്ഥയിലെ ഊർജ്ജപ്രവാഹത്തിന്റെ സ്വഭാവം എന്താണ്? ഏകദിശയിലുള്ളത്, യൂണിഡയറക്ഷണൽ. ഒരു ആവാസവ്യവസ്ഥയിൽ ഊർജ്ജപ്രവാഹം എപ്പോഴും ഏകദിശയിലായിരിക്കും.
ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്കും പിന്നീട് വിഘാടകനിലേക്കും ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ ഊർജ്ജപ്രവാഹം ഒരിക്കലും പിന്നോട്ടു പോകുന്നില്ല, ഓരോ തലത്തിലും ഊർജ്ജം നഷ്ടപ്പെടുകയും ചെയ്യും. ബയോമാസ് പിരമിഡ് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒരു പാരിസ്ഥിതിക വ്യവസ്ഥയിലെ വിവിധ പോഷണ തലങ്ങളിലെ ഒരു യൂണിറ്റ് വിസ്തീർണത്തിലുള്ള ബയോമാസിന്റെ അളവ്. ഒരു ആവാസവ്യവസ്ഥയിലെ വിവിധ പോഷണ തലങ്ങളിലുള്ള ജീവജാലങ്ങളുടെ ആകെ ജൈവപിണ്ഡത്തെയാണ് ബയോമാസ് പിരമിഡ് സൂചിപ്പിക്കുന്നത്. താഴത്തെ പോഷണ തലങ്ങളിൽ ഉൽപ്പാദകർ സാധാരണയായി ഏറ്റവും കൂടുതൽ ബയോമാസ് ഉണ്ടാകും. മുകളിലെ തലങ്ങളിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞുവരുന്നു. ഇത് ഒരു പിരമിഡ് രൂപത്തിൽ ചിത്രീകരിക്കുന്നു. പുൽമേടുകളിലും വനങ്ങളിലും ബയോമാസ് പിരമിഡുകൾ സാധാരണയായി ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? നേരായ ആകൃതിയിൽ, അപ്രൈറ്റ്. പുൽമേടുകൾ, വനങ്ങൾ തുടങ്ങിയ കരയിലെ ആവാസവ്യവസ്ഥകളിൽ ബയോമാസ് പിരമിഡുകൾ സാധാരണയായി നേരായ ആകൃതിയിലാണ്. ഇതിനർത്ഥം താഴത്തെ പോഷണ തലങ്ങളിലെ ഉൽപ്പാദകർ ബയോമാസ് മുകളിലെ തലങ്ങളിലെ ബയോമാസിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ്. ഏതുതരം ആവാസവ്യവസ്ഥയിലാണ് ബയോമാസ് പിരമിഡ് സാധാരണയായി തലകീഴായി കാണപ്പെടുന്നത്? കുളങ്ങളിലോ ജല ആവാസവ്യവസ്ഥകളിലോ? ജല ആവാസവ്യവസ്ഥകളിൽ, പ്രത്യേകിച്ച് കുളങ്ങളിൽ, ബയോമാസ് പിരമിഡ് സാധാരണയായി തലകീഴായി കാണപ്പെടുന്നു. ഇവിടെ ഫൈറ്റോപ്ലാങ്ക്ടൺ പോലുള്ള ഉൽപ്പാദകരുടെ ബയോമാസ് സൂപ്ലാങ്ക്ടൺ പോലുള്ള പ്രാഥമിക ഉപഭോക്താക്കളെക്കാൾ കുറവായിരിക്കും. ഉൽപ്പാദകർക്ക് ഉയർന്ന പ്രത്യുത്പാദന നിരക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഊർജ്ജ കൈമാറ്റത്തിന്റെ 10% നിയമമാര് ഏതു വർഷം മുന്നോട്ടുവെച്ചു? റേമണ്ട് ലിൻഡെമാൻ 1942 റേമണ്ട് ലിൻഡെമാൻ 1942 മുന്നോട്ടുവെച്ച ഊർജ്ജ കൈമാറ്റത്തിന്റെ 10% നിയമം ആവാസവ്യവസ്ഥയിലെ ഊർജ്ജ പ്രവാഹത്തെ വിശദീകരിക്കുന്നു. ഒരു പോഷണ തലത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ മൊത്തം ഊർജ്ജത്തിന്റെ ഏകദേശം 10% മാത്രമേ അടുത്ത തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് ഈ നിയമം പറയുന്നു. ഊർജ്ജ കൈമാറ്റത്തിന്റെ 10% നിയമം എന്താണ് വ്യക്തമാക്കുന്നത്? ഒരു പോഷണ തലത്തിൽ നിന്ന് അടുത്തതിലേക്ക് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ജൈവവസ്തുക്കളിൽ നിന്നുള്ള ഊർജ്ജത്തിന്റെ ഏകദേശം 10% മാത്രമേ പുതിയ ശരീരവസ്തുവായി സംഭരിക്കപ്പെടുന്നുള്ളൂ. ലിൻഡെമാന്റെ 10% നിയമമനുസരിച്ച് ഓരോ പോഷണ തലത്തിലും ലഭ്യമായ ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും താപനഷ്ടത്തിനും വിനിയോഗിക്കപ്പെടുന്നു. അതിനാൽ പുതിയ ശരീരവസ്തുവായി അടുത്ത തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏകദേശം 10% മാത്രമാണ്. പരിസ്ഥിതിപരമായ സംക്രമണം, ഇക്കോളോജിക്കൽ ട്രാൻസിഷൻ എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഡബ്ല്യു. ബെന്നറ്റ്. പരിസ്ഥിതിപരമായ സംക്രമണം എന്ന ആശയം മനുഷ്യ സമൂഹങ്ങളും അവരുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ദീർഘകാല മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് നരവംശശാസ്ത്രജ്ഞനായ ജോൺ ഡബ്ല്യു. ബെന്നറ്റ് ആണ്. ഒരു ജീവി ജീവിക്കുന്ന യഥാർത്ഥ സ്ഥലത്തെയോ പ്രദേശത്തെയോ സൂചിപ്പിക്കുന്ന പദം എന്താണ്? ആവാസം, ഹാബിറ്റാറ്റ്. ഒരു ജീവിയുടെ സ്വാഭാവിക വാസസ്ഥലമാണ് ആവാസം, ഹാബിറ്റാറ്റ്. ഒരു ജീവിക്ക് നിലനിൽക്കാനും വളരാനും പുനരുൽപ്പാദിപ്പിക്കാനും ആവശ്യമായ എല്ലാ പാരിസ്ഥിതിക സാഹചര്യങ്ങളും ഈ സ്ഥലത്ത് ലഭ്യമാണ്. ഉദാഹരണത്തിന്, ഒരു മത്സ്യത്തിന്റെ ആവാസം ഒരു നദിയായിരിക്കാം. ജീവികളുടെ ഒരു സമൂഹത്തെ അവയുടെ പരിസ്ഥിതിയോടൊപ്പം ചേർത്ത് എന്താണ് വിളിക്കുന്നത്? ആവാസവ്യവസ്ഥ, ഇക്കോസിസ്റ്റം. ജീവികളും അവയുടെ ഭൗതിക പരിസ്ഥിതിയും സൂര്യപ്രകാശം, മണ്ണ്, വെള്ളം, താപനില തുടങ്ങിയവ തമ്മിൽ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്ന ഒരു സങ്കീർണ ഘടനയാണ് ആവാസവ്യവസ്ഥ. ഇതിൽ ഊർജ്ജപ്രവാഹവും പോഷകചക്രങ്ങളും ഉൾപ്പെടുന്നു. ജീവികളിൽ തുടങ്ങി ജീവമണ്ഡലം വരെയുള്ള ജൈവപരമായ ക്രമീകരണത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ജീവി, ജനസംഖ്യ, സമൂഹം, ആവാസവ്യവസ്ഥ, പ്രകൃതിദൃശ്യം, ജീവമണ്ഡലം. ജീവജാലങ്ങളുടെ സംഘാടനത്തിലെ അടിസ്ഥാനപരമായ ഒരു ശ്രേണിയാണിത്. ഒരു ജീവിയിൽ നിന്ന് തുടങ്ങി ഒരേ സ്പീഷീസിലെ ജീവികളുടെ കൂട്ടമായ ജനസംഖ്യ, വിവിധ ജനസംഖ്യകൾ ചേർന്ന സമൂഹം, അവയും ചുറ്റുപാടും ചേർന്ന ആവാസവ്യവസ്ഥ, പിന്നീട് വലിയ പ്രാദേശിക തലങ്ങളായ പ്രകൃതിദൃശ്യവും ജീവമണ്ഡലവും എന്നിങ്ങനെയാണ് ഈ ക്രമം. പരിസ്ഥിതി പഠനത്തിൽ ഈ ക്രമം വളരെ പ്രധാനമാണ്. മനുഷ്യനിർമ്മിത ആവാസവ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. കൃഷിയിടം, പൂന്തോട്ടം. മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആവാസവ്യവസ്ഥകളെയാണ് കൃത്രിമ ആവാസവ്യവസ്ഥകൾ എന്ന് പറയുന്നത്.
കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും അണക്കെട്ടുകളും ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രകൃതിദത്തമായ ആവാസവ്യവസ്ഥകളിൽ നിന്ന് ഇവയെ വേർതിരിച്ചറിയേണ്ടത് പരിസ്ഥിതി പഠനത്തിൽ പ്രധാനമാണ്. ഒരു നിശ്ചിത പ്രദേശത്തെ പരിസ്ഥിതിക്ക് താങ്ങാൻ കഴിയുന്ന പരമാവധി ജീവികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? വഹിക്കാനുള്ള ശേഷി, കാരിംഗ് കപ്പാസിറ്റി. ഒരു പ്രത്യേക ആവാസവ്യവസ്ഥയ്ക്ക് അതിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ച് നിലനിർത്താൻ കഴിയുന്ന പരമാവധി ജീവികളുടെ എണ്ണത്തെയാണ് വഹിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത്. വിഭവങ്ങളുടെ ലഭ്യത, രോഗങ്ങൾ, വേട്ടയാടൽ തുടങ്ങിയ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നു. ജനസംഖ്യാ വളർച്ചാ പഠനങ്ങളിലും പരിസ്ഥിതി മാനേജ്മെന്റിലും ഈ ആശയം നിർണായകമാണ്. മിക്ക ആവാസവ്യവസ്ഥകളിലെയും ഊർജ്ജത്തിന്റെ പ്രാഥമിക ഉറവിടം എന്താണ്? സൗരോർജ്ജം. പ്രകാശസംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇത് ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമായി വർത്തിക്കുകയും മിക്കവാറും എല്ലാ ആവാസവ്യവസ്ഥകളിലെയും ജീവികൾക്ക് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. സൗരോർജ്ജമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരം. പരിസ്ഥിതിപരമായ ദോഷം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന മരയിനം ഏതാണ്? യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ വേഗത്തിൽ വളരുന്നവയാണെങ്കിലും അവയ്ക്ക് വളരെയധികം വെള്ളം ആവശ്യമാണ്. ഇത് ഭൂഗർഭജലനിരപ്പ് കുറയ്ക്കുകയും പ്രാദേശിക ജൈവവൈവിധ്യത്തിന് ദോഷകരമാകുകയും ചെയ്യും. അതിനാൽ ചില സന്ദർഭങ്ങളിൽ ഇതിനെ പരിസ്ഥിതിപരമായ ദോഷം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലെൻറ്റിക്, ലെൻടെക് ആവാസവ്യവസ്ഥകളെയും ലോട്ടിക്, ലോടെക് ആവാസവ്യവസ്ഥകളെയും വേർതിരിച്ചു കാണിക്കുക. ലെൻറ്റിക് ആവാസവ്യവസ്ഥകൾ നിശ്ചലമായ ജല ആവാസകേന്ദ്രങ്ങളെ, കുളങ്ങൾ, തടാകങ്ങൾ, ചതുപ്പുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ലോട്ടിക് ആവാസവ്യവസ്ഥകൾ ഒഴുകുന്ന ജല ആവാസകേന്ദ്രങ്ങളെ, നദികൾ സൂചിപ്പിക്കുന്നു. ജലത്തിന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ജല ആവാസവ്യവസ്ഥകളെ തരംതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണിത്. നിശ്ചല ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഒഴുകുന്ന ജലത്തിൽ ജീവിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ അനുകൂലനങ്ങൾ ആവശ്യമാണ്. ഈ വർഗീകരണം ജലശാസ്ത്രത്തിലും പരിസ്ഥിതിശാസ്ത്രത്തിലും നിർണായകമാണ്. എക്കോട്ടൺ, ഇക്കോട്ടോൺ എന്നാൽ എന്ത്? രണ്ട് ജൈവ സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു സംക്രമണ മേഖല. എക്കോട്ടൺ എന്നത് വ്യത്യസ്തമായ രണ്ട് ആവാസവ്യവസ്ഥകൾ, ഉദാഹരണത്തിന് വനവും പുൽമേടും കൂടിച്ചേരുന്ന അതിർത്തി പ്രദേശമാണ്. ഈ മേഖലകളിൽ ഇരു ആവാസവ്യവസ്ഥകളിലെയും ജീവികളെ കാണാൻ സാധിക്കുന്നതിനാൽ ജൈവവൈവിധ്യം കൂടുതലായിരിക്കും. പരിസ്ഥിതിശാസ്ത്രത്തിൽ ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആവാസവ്യവസ്ഥ, ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? എ.ജി. ടാൻസ്ലി. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ ആർതർ ജോർജ് ടാൻസ്ലി 1935-ലാണ് ആവാസവ്യവസ്ഥ എന്ന പദം അവതരിപ്പിച്ചത്. ജീവികളും അവയുടെ ഭൗതിക പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പരബന്ധത്തെ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയായി ഇദ്ദേഹം നിർവചിച്ചു. ആധുനിക പരിസ്ഥിതിശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഇത് ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു. കണ്ടൽക്കാടുകൾ, പുൽമേടുകൾ, തടാകം, സമുദ്രം എന്നിവയെ ആവാസവ്യവസ്ഥ ഉൽപ്പാദനക്ഷമതയുടെ കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. കണ്ടൽക്കാടുകൾ, പുൽമേടുകൾ, തടാകം, സമുദ്രം. ഒരു ആവാസവ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത എന്നത് അതിലെ ജീവികൾക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജൈവവസ്തുക്കളുടെ ബയോമസ് അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടൽക്കാടുകൾ, ഉഷ്ണമേഖലാ മഴക്കാടുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള ആവാസവ്യവസ്ഥകളാണ്. സമുദ്രങ്ങൾ പൊതുവെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞവയാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളുടെ മുഴുവൻ ശ്രേണിയെയും സൂചിപ്പിക്കുന്ന പദം എന്താണ്? സീറി. ഒരു പ്രദേശത്ത് കാലക്രമേണ ഉണ്ടാകുന്ന ആവാസവ്യവസ്ഥാ മാറ്റങ്ങളുടെ ഒരു സമ്പൂർണ്ണ ശ്രേണിയെയാണ് സീറി എന്ന് പറയുന്നത്. പാറകളിലോ തരിശുഭൂമിയിലോ ഒരു പുതിയ സമൂഹം രൂപപ്പെടുന്നതിൽ തുടങ്ങി സ്ഥിരമായ ഒരു ക്ലൈമാക്സ് സമൂഹത്തിൽ എത്തുന്നതുവരെയുള്ള ഘട്ടങ്ങളെ ഇത് വിവരിക്കുന്നു. പരിസ്ഥിതിശാസ്ത്രത്തിലെ സവിശേഷമായ ഒരു പ്രക്രിയയാണിത്. ഒരു ജലസംവിധാനത്തിൽ പൈക്നോക്ലൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സാന്ദ്രത ഗ്രേഡിയന്റ്. ഒരു ജലസംവിധാനത്തിൽ പൈക്നോക്ലൈൻ എന്നത് ആഴത്തിനനുസരിച്ച് ജലത്തിന്റെ സാന്ദ്രതയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പാളിയാണ്. ഇത് സാധാരണയായി താപനില, ലവണാംശം എന്നിവയിലെ മാറ്റങ്ങൾ കാരണമുണ്ടാകുന്നു. ഒരു ജലസംവിധാനത്തിൽ ഹാലോക്ലൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലവണാംശ ഗ്രേഡിയന്റ്. ഒരു ജലസംവിധാനത്തിൽ ഹാലോക്ലൈൻ എന്നത് ആഴത്തിനനുസരിച്ച് ലവണാംശത്തിൽ, ഉപ്പിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പാളിയാണ്.
ഇത് വ്യത്യസ്ത സാന്ദ്രതകളുള്ള ജലത്തിന്റെ മിശ്രണം തടയാൻ സഹായിക്കും. ഒരു ജലസംവിധാനത്തിൽ തെർമോക്ലൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആഴത്തിനനുസരിച്ച് താപനിലയിലുണ്ടാകുന്ന മാറ്റം. ഒരു ജലസംവിധാനത്തിൽ തെർമോക്ലൈൻ എന്നത് ആഴത്തിനനുസരിച്ച് ജലത്തിന്റെ താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പാളിയാണ്. ഇത് ഉപരിതലത്തിലെ ചൂടുവെള്ളവും താഴെയുള്ള തണുത്ത വെള്ളവും തമ്മിൽ വേർതിരിക്കുന്നു. ഡീപ് എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏതു വർഷമാണ്? ആർനെ നെയ്സ് 1973 നോർവീജിയൻ തത്വചിന്തകനായ ആർനെ നെയ്സ് ആണ് 1973 ഡീപ് എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. മനുഷ്യകേന്ദ്രീകൃതമല്ലാത്ത ഒരു പാരിസ്ഥിതിക വീക്ഷണത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു, അവിടെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ആന്തരിക മൂല്യമുണ്ടെന്ന് വാദിക്കുന്നു. എക്കോളജിക്കൽ നിഷ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏതു വർഷമാണ്? ജോസഫ് ഗ്രിന്നൽ 1917 അമേരിക്കൻ സുവോളജിസ്റ്റായ ജോസഫ് ഗ്രിന്നലാണ് 1917 എക്കോളജിക്കൽ നിഷ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഒരു ആവാസവ്യവസ്ഥയിൽ ഒരു ജീവിയുടെ സ്ഥാനത്തെയും ആവാസവ്യവസ്ഥയുമായി ആ ജീവിക്കുള്ള ബന്ധത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ്? 1972. ഇന്ത്യയിൽ വന്യജീവികളെയും അവയുടെ ആവാസവ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയത്. വന്യജീവി വേട്ട, കടത്ത് എന്നിവ നിയന്ത്രിക്കുകയും വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ്? 1986. 1986 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയത്. ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമം നിലവിൽ വന്നത്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു കുട നിയമമായി ഇത് വർത്തിക്കുന്നു. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം പാസാക്കിയത് എന്നാണ്? 1980. വനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി 1980 ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസാക്കിയത്. വനഭൂമി വനമല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുകയും വനനശീകരണം തടയുകയും ചെയ്യുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. കാറ്റിന്റെ സ്വാധീനത്താൽ ഉപരിതലത്തിലെ ചൂടുള്ളതും പോഷകങ്ങൾ കുറഞ്ഞതുമായ ജലത്തിനു പകരം തണുത്തതും പോഷകസമൃദ്ധവുമായ ജലം മുകളിലേക്ക് വരുന്ന സമുദ്രപ്രക്രിയ എന്താണ്? അപ്വെല്ലിംഗ്. അപ്വെല്ലിംഗ് എന്നത് കാറ്റിന്റെ സ്വാധീനത്താൽ ആഴക്കടലിലെ തണുത്തതും പോഷകസമൃദ്ധവുമായ ജലം ഉപരിതലത്തിലേക്ക് ഉയർന്നുവരുന്ന സമുദ്ര പ്രക്രിയയാണ്. ഇത് മത്സ്യസമ്പത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും സമുദ്ര ആവാസവ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. ഏത് നിയമപ്രകാരമാണ് ഇക്കോ സെൻസിറ്റീവ് സോണുകൾ പരാമർശിച്ചിരിക്കുന്നത്? പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഈക്കോ സെൻസിറ്റീവ് സോൺസ് ESZ എന്നത് സംരക്ഷിത പ്രദേശങ്ങൾക്ക്, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ ചുറ്റുമുള്ള 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഈ പ്രദേശങ്ങളെ വിജ്ഞാപനം ചെയ്യുന്നത്. ഈ മേഖലകളിലെ വ്യാവസായിക നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളിൽ ഏകദേശം 78% നൈട്രജനാണ്. ജീവന്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ചും സസ്യങ്ങൾക്ക് അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും ഏകദേശ അളവ് വ്യാപ്തിയനുസരിച്ച് എത്ര ശതമാനമാണ്? നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഭൂമിയുടെ അന്തരീക്ഷഘടനയിൽ നൈട്രജൻ ഏകദേശം 78%, ഓക്സിജൻ ഏകദേശം 21%. ബാക്കി 1% ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റ് വാതകങ്ങൾ എന്നിവ ചേർന്നതാണ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏതു വർഷമാണ്?
റേമണ്ട് എഫ് ദാസ്മാൻ 1968 1968 റേമണ്ട് എഫ് ദാസ്മാൻ തന്റെ എ ഡിഫറന്റ് കൈൻഡ് ഓഫ് കൺട്രി എന്ന പുസ്തകത്തിലാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇത് ഒരു പ്രദേശത്തെ ജീവജാലങ്ങളുടെയും ആവാസവ്യവസ്ഥകളുടെയും വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി എന്ന ചുരുക്കിയ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്, ഏതു വർഷമാണ്? വാൾട്ടർ റോസൻ 1985 ബയോഡൈവേഴ്സിറ്റി എന്ന ചുരുക്കിയ പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ റോസനാണ് 1985 നടന്ന ഒരു ദേശീയ ഫോറത്തിൽ. ഈ പദം ജീവജാലങ്ങളുടെയും ആവാസവ്യവസ്ഥകളുടെയും വൈവിധ്യം ലളിതമായി പ്രതിപാദിക്കാൻ സഹായകമായി. ജൈവവൈവിധ്യം കുറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? സ്വാഭാവിക ആവാസവ്യവസ്ഥകളുടെ നാശം. മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം സ്വാഭാവിക ആവാസവ്യവസ്ഥകൾ നശിപ്പിക്കപ്പെടുന്നതാണ് ജൈവവൈവിധ്യം കുറയുന്നതിനുള്ള പ്രധാന കാരണം. വനനശീകരണം, മലിനീകരണം, നഗരവൽക്കരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് നോർവീജിയൻ ഗവൺമെന്റുമായി സഹകരിച്ച് ജൈവവൈവിധ്യ നയത്തിനും നിയമത്തിനുമുള്ള ഒരു കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചത്? ചെന്നൈ. ജൈവവൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചത്. നോർവീജിയൻ സർക്കാരുമായി സഹകരിച്ച് ചെന്നൈയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉയർന്ന തലത്തിലുള്ള ജീവിവർഗ വൈവിധ്യമുള്ള പ്രദേശങ്ങൾ, ധാരാളം തദ്ദേശീയ ജീവിവർഗങ്ങൾ, വംശനാശഭീഷണി നേരിടുന്നതോ അപകടത്തിലായതോ ആയ നിരവധി ജീവിവർഗങ്ങൾ എന്നിവയാണ് ഹോട്ട്സ്പോട്ടുകളുടെ സവിശേഷതകൾ. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും എന്നാൽ ഏറ്റവും ഭീഷണി നേരിടുന്നതുമായ ജൈവമേഖലകളാണ് ഹോട്ട്സ്പോട്ടുകൾ. ഇവിടെയുള്ള ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നത് ആഗോള ജൈവവൈവിധ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാം? കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ, ഇന്തോ ബർമയുടെ ഭാഗം, നിക്കോബാർ ദ്വീപസമൂഹം, സുണ്ടാലാൻഡിന്റെ ഭാഗം. ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അതുല്യമായ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഈ ഹോട്ട്സ്പോട്ടുകളിൽ ധാരാളം തദ്ദേശീയ സസ്യജന്തുജാലങ്ങളുണ്ട്. അവയുടെ സംരക്ഷണം അടിയന്തര പ്രാധാന്യമർഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങൾ വ്യാപ്തിയനുസരിച്ച് ഏതാണ്? ഭീമാകാരമായ സെക്വോയ മരങ്ങൾ, ജയന്റ് സെക്വോയ ട്രീസ്. ഭീമാകാരമായ സെക്വോയ മരങ്ങളാണ് വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങൾ. ഇവ പ്രധാനമായും അമേരിക്കയിലെ കാലിഫോർണിയയിലെ സിയറ നെവാഡ പർവ്വതനിരകളിൽ കാണപ്പെടുന്നു. ഏതു ബയോമിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വൈവിധ്യം കാണപ്പെടുന്നത്? ഉഷ്ണമേഖല ഈർപ്പമുള്ള വനങ്ങൾ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്സ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്സ് ഭൂമിയിലെ ഏറ്റവും വലിയ ജൈവവൈവിധ്യമുള്ള ആവാസവ്യവസ്ഥകളാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളുടെ വൈവിധ്യത്തിന് കാരണമാകുന്നു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 1984. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇത് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും ജൈവവൈവിധ്യ സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നാണ് സൈലന്റ് വാലി. കാർട്ട്ജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റിയുടെ പ്രധാന ലക്ഷ്യമെന്താണ്? ജൈവവൈവിധ്യത്തിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമായേക്കാവുന്ന ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസങ്ങളുടെ LMOS സുരക്ഷിതമായ കൈകാര്യം ചെയ്യൽ, ഗതാഗതം, ഉപയോഗം എന്നിവ ഉറപ്പാക്കുക. ബയോസേഫ്റ്റിയെക്കുറിച്ചുള്ള കാർട്ട്ജീന പ്രോട്ടോകോൾ ജൈവവൈവിധ്യ കൺവെൻഷന് CBD കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര കരാറാണ്. ജനിതകമാറ്റം വരുത്തിയ ജീവികൾ LMOS കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപകടസാധ്യതകൾ കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കാർട്ട്ജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി എന്നാണ് അംഗീകരിക്കപ്പെട്ടതും എന്നാണ് പ്രാബല്യത്തിൽ വന്നതും? 2000 ജനുവരി 29 അംഗീകരിക്കപ്പെട്ടു. 2003 സെപ്റ്റംബർ 11 പ്രാബല്യത്തിൽ വന്നു. കാർട്ട്ജീന പ്രോട്ടോകോൾ ഓൺ ബയോസേഫ്റ്റി 2000 ജനുവരി 29 അംഗീകരിക്കപ്പെട്ടത്. ഇത് 2003 സെപ്റ്റംബർ 11 പ്രാബല്യത്തിൽ വന്നു.
ജൈവസാങ്കേതികവിദ്യയുടെ ഫലമായുണ്ടാകുന്ന ജനിതകമാറ്റം വരുത്തിയ ജീവികളുടെ LMOS സുരക്ഷിതമായ ഉപയോഗം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഏത് ദശാബ്ദമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജൈവവൈവിധ്യ ദശാബ്ദമായി പ്രഖ്യാപിച്ചത്? 2011 മുതൽ 2020 വരെ. 2011 മുതൽ 2020 വരെയുള്ള ദശകത്തെ ഐക്യരാഷ്ട്രസഭ ജൈവവൈവിധ്യ ദശാബ്ദമായി പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള ജൈവവൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനും നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ പ്രഖ്യാപനം. ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമം ലോക്സഭയും രാജ്യസഭയും പാസാക്കിയത് എന്നാണ്? ലോക്സഭ 2002 ഡിസംബർ 2-നും രാജ്യസഭ 2002 ഡിസംബർ 11-നും. ഇന്ത്യയിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനും അതിന്റെ ഘടകങ്ങൾ സുസ്ഥിരമായി ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമം 2002. ഇത് 2002 ഡിസംബർ 2-ന് ലോക്സഭയും ഡിസംബർ 11-ന് രാജ്യസഭയും പാസാക്കി. ഇന്ത്യയിലെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി NBA എന്നാണ് എവിടെയാണ് സ്ഥാപിച്ചത്? 2003-ൽ ചെന്നൈയിൽ. ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമം 2002 അനുസരിച്ച് 2003-ൽ ചെന്നൈയിലാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി NBA സ്ഥാപിച്ചത്. ജൈവവൈവിധ്യ സംരക്ഷണവും അതിന്റെ സുസ്ഥിരമായ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ NBA പ്രധാന ധർമ്മങ്ങളിലൊന്ന് എന്താണ്? ജൈവക്കൊള്ള തടയുകയും തദ്ദേശീയവും പരമ്പരാഗതവുമായ ജനിതക വിഭവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി NBA ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമത്തിന്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നു. ജൈവക്കൊള്ള ബയോപിറസി തടയുന്നതിനും ഇന്ത്യയുടെ തനത് ജനിതക വിഭവങ്ങളെയും പരമ്പരാഗത അറിവുകളെയും സംരക്ഷിക്കുന്നതിനും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് കണക്കാക്കുന്നുവെങ്കിൽ തണ്ണീർത്തടങ്ങളെ ഏത് പാരിസ്ഥിതിക പ്രവർത്തനവുമായാണ് താരതമ്യം ചെയ്യുന്നത്? ഭൂമിയുടെ വൃക്കകൾ. തണ്ണീർത്തടങ്ങൾ ജലത്തെ ശുദ്ധീകരിക്കുന്നതിനും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനും ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ഈ പ്രധാന പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ കാരണം ഇവയെ ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ കഴുകന്മാരുടെ എണ്ണം കുറയാൻ പ്രധാനമായും കാരണമായ മരുന്ന് ഏതാണ്? ഡൈക്ലോഫെനാക്ക്. കന്നുകാലികളിൽ വേദനസംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഡൈക്ലോഫെനാക്ക് എന്ന മരുന്ന് മരിച്ച കന്നുകാലികളുടെ ശരീരം കഴുകന്മാർ ഭക്ഷിച്ചതിലൂടെ അവയുടെ വൃക്കകളെ ബാധിച്ച് വൻതോതിലുള്ള മരണത്തിന് കാരണമായി. ഇത് ഇന്ത്യയിലെ കഴുകൻ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ഇല്ലാതാക്കി. 1857-ലെ കലാപം ആരംഭിച്ചതിനു ശേഷം കമാൻഡറായത് ആര്? കോളിൻ കാംബെൽ. 1857-ലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് ജോർജ് ആൻസൺ മരണപ്പെട്ടതിനെ തുടർന്ന് സർ കോളിൻ കാംബെൽ പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയി ചുമതലയേറ്റു. കലാപം അടിച്ചമർത്തുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 1857-ലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കമ്പനിയുടെ മുഖ്യ സൈന്യാധിപൻ ആരായിരുന്നു? ജോർജ് ആൻസൺ. 1857-ലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഇന്ത്യയിലെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ജോർജ് ആൻസൺ ആയിരുന്നു. കലാപം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ അദ്ദേഹം കോളറ ബാധിച്ചു മരണപ്പെട്ടു. 1857-ലെ കലാപസമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ. 1857-ലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ ആയിരുന്നു ഇന്ത്യയുടെ നാമമാത്ര ചക്രവർത്തി. കലാപകാരികൾ അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു. ഇത് കലാപത്തിന് ഒരു ഏകീകൃത സ്വഭാവം നൽകി. സമ്മതപ്രായ നിയമം ഏജ് ഓഫ് കോൺസെന്റ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായിരുന്നു? AD 1891 ലാൻസ്ഡൌൺ പ്രഭു പെൺകുട്ടികളുടെ വിവാഹപ്രായം 12 വയസ്സായി നിശ്ചയിച്ചു. 1891-ലെ സമ്മതപ്രായ നിയമം ഏജ് ഓഫ് കോൺസെന്റ് ആക്ട് പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പെൺകുട്ടികളുടെ കുറഞ്ഞ പ്രായം 10 വയസ്സിൽ നിന്ന് 12 വയസ്സായി ഉയർത്തി. ഇത് ബാലവിവാഹത്തെ ചെറുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ലാൻസ്ഡൌൺ പ്രഭുവാണ് അന്ന് ഗവർണർ ജനറലായിരുന്നത്.
സന്യാസി കലാപത്തെ ആസ്പദമാക്കി രചിച്ച പ്രശസ്ത നോവൽ ഏതാണ്? ആരാണ് ഈ കലാപം അടിച്ചമർത്തിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവൽ സന്യാസി കലാപത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഈ കലാപം അടിച്ചമർത്തിയത് വാറൻ ഹേസ്റ്റിംഗ്സ് ആയിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണത്തിനെതിരെ സന്യാസിമാർ നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു. വാറൻ ഹേസ്റ്റിംഗ്സിന്റെ ഭരണകാലത്താണ് ഈ കലാപം അടിച്ചമർത്തപ്പെട്ടത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലൂടെ ഈ കലാപം ചരിത്രത്തിൽ ഏറെ പ്രശസ്തമായി. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022/2023 ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ സ്വർണ്ണ മെഡൽ നേടിയ പുരുഷ ഡബിൾസ് ജോഡി ആരാണ്? ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി. ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി സഖ്യം 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടി. ഈ നേട്ടം ഇന്ത്യൻ ബാഡ്മിന്റൺ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022/2023 സ്വർണ്ണ മെഡൽ നേടി 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്ഥാനം ഉറപ്പിച്ച ഇന്ത്യൻ പുരുഷ ടീം ഏതാണ്? ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയതിലൂടെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടി. ഇത് ഇന്ത്യൻ ഹോക്കിക്ക് ഒരു വലിയ നേട്ടമാണ്, ഒപ്പം രാജ്യത്തിന്റെ ഒളിമ്പിക് പ്രതീക്ഷകൾക്ക് കരുത്തു പകരുകയും ചെയ്യുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന് 2022/2023 ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ഹാങ്ഷൗ, ചൈന. ചൈനയിലെ ഹാങ്ഷൗ നഗരമാണ് 2022 നടക്കേണ്ടിയിരുന്നതും 2023 നടന്നതുമായ 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന മൂന്നാമത്തെ ചൈനീസ് നഗരമാണ് ഹാങ്ഷൗ. ബെയ്ജിംഗ് 1990, ഗ്വാങ്ഷൗ 2010 എന്നിവയാണ് മറ്റു നഗരങ്ങൾ. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 655 അംഗങ്ങൾ. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 655 അംഗങ്ങളുള്ള ഒരു വലിയ സംഘം പങ്കെടുത്തു. ഇത് രാജ്യത്തിന്റെ കായിക മേഖലയിലെ വിപുലീകരണത്തെയും വിവിധ കായിക ഇനങ്ങളിലുള്ള പ്രാതിനിധ്യത്തെയും സൂചിപ്പിക്കുന്നു. ഇത്രയും വലിയൊരു സംഘം പങ്കെടുത്തത് ഇന്ത്യയുടെ കായിക അഭിലാഷങ്ങളുടെ പ്രതിഫലനമാണ്. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022/2023 ഇന്ത്യ റെക്കോർഡ് മെഡൽ നേട്ടം കൈവരിച്ചോ? അതെ, 107 മെഡലുകളോടെ ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമായിരുന്നു ഇത്. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 107 മെഡലുകൾ നേടി ചരിത്രത്തിൽ ആദ്യമായി 100 മെഡൽ എന്ന നേട്ടം കൈവരിച്ചു. ഇത് രാജ്യത്തിന്റെ കായികരംഗത്തെ വളർച്ചയുടെയും മികച്ച പ്രകടനത്തിന്റെയും സൂചനയാണ്. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022/2023 ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിക്കൊടുത്ത കായിക ഇനം ഏതായിരുന്നു? ഷൂട്ടിംഗ്. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ വേട്ടയിൽ ഷൂട്ടിംഗ് വലിയ പങ്ക് വഹിച്ചു. ഈ ഇനത്തിൽ നിന്നാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത്. ഇത് രാജ്യത്തിന്റെ കായിക ശക്തി വിളിച്ചോതുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022/2023 ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം എത്രയായിരുന്നു? 107 മെഡലുകൾ, 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രപരമായ പ്രകടനം കാഴ്ചവെച്ച് 107 മെഡലുകൾ നേടി. ഇത് ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന മെഡൽ നേട്ടമാണ്. കായിക മേഖലയിൽ ഇന്ത്യയുടെ വളർച്ചയുടെയും മികച്ച മുന്നേറ്റത്തിന്റെയും സൂചനയാണിത്. ചൈനയിലെ ഹാങ്ഷൗവിൽ നടന്ന 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നങ്ങളുടെ പേരുകൾ എന്തായിരുന്നു? ചെഞ്ചൻ, കോങ്കോങ്, ലിയാൻലിയൻ. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ സ്മാർട്ട് ട്രിപ്പിൾസ് എന്നറിയപ്പെടുന്നു. ഹാങ്ഷൗവിലെ ചരിത്രപരമായ പ്രാധാന്യവും ആധുനിക സാങ്കേതികവിദ്യയും പ്രതിഫലിക്കുന്ന ഈ ഭാഗ്യചിഹ്നങ്ങൾ ലോകമെമ്പാടുമുള്ള കായികപ്രേമികളെ ആകർഷിച്ചു.
ഇവ യഥാക്രമം ലെജിയാങ്, ലിയാങ്ഷു, വെസ്റ്റ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന്റെ 2022-2023 മെഡൽ ഡിസൈനിന്റെ പേരെന്തായിരുന്നു? ഷാൻ സുയി, തടാകവും പർവ്വതവും. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ ഡിസൈൻ ഷാൻ സുയി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ചൈനീസ് ചിത്രകലയിൽ പ്രചാരത്തിലുള്ള തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും ദൃശ്യങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഹാങ്ഷൗ നഗരത്തിന്റെ മനോഹാരിതയും ചൈനീസ് സംസ്കാരവും ഈ ഡിസൈനിലൂടെ പ്രതിഫലിക്കുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന്റെ 2022-2023 മുദ്രാവാക്യം എന്തായിരുന്നു? ഹാർട്ട് ടു ഹാർട്ട്, അറ്റ് ഫ്യൂച്ചർ, ഹൃദയം ഹൃദയത്തോട്, ഭാവിയിലേക്ക്. ഹാർട്ട് ടു ഹാർട്ട്, അറ്റ് ഫ്യൂച്ചർ എന്നതായിരുന്നു 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം. ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ പരസ്പര ബന്ധവും സൗഹൃദവും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മുദ്രാവാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കായികമേളയിലൂടെ ഐക്യവും സഹകരണവും ഊട്ടിയുറപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022-2023 ജാവലിൻ ത്രോയിൽ തന്റെ കിരീടം വിജയകരമായി നിലനിർത്തിയത് ആരാണ്? നീരജ് ചോപ്ര. ലോക ചാമ്പ്യൻ കൂടിയായ നീരജ് ചോപ്ര 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി തന്റെ കിരീടം നിലനിർത്തി. ഇത് അദ്ദേഹത്തിന്റെ കായിക മികവിന്റെയും സ്ഥിരതയുടെയും തെളിവാണ്. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസ് 2022 നിന്ന് 2023 മാറ്റിവെക്കാൻ കാരണം എന്തായിരുന്നു? കോവിഡ്-19 മഹാമാരി. ലോകമെമ്പാടും പടർന്നുപിടിച്ച കോവിഡ്-19 മഹാമാരി കാരണം 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസ് 2022 നിന്ന് 2023 മാറ്റിവെക്കേണ്ടി വന്നു. കായികതാരങ്ങളുടെയും സംഘാടകരുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യം ഉറപ്പാക്കുന്നതിനാണ് ഈ തീരുമാനമെടുത്തത്. മഹാമാരി കാരണം വലിയ കായികമേളകൾ മാറ്റിവെക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ 2022-2023 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ചൈന. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ആതിഥേയരായ ചൈന ആധിപത്യം സ്ഥാപിച്ചു. തുടർച്ചയായി നിരവധി ഏഷ്യൻ ഗെയിംസുകളിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്. ഇത് രാജ്യത്തിന്റെ കായിക ശക്തിയും പരിശീലന മികവും എടുത്തുകാണിക്കുന്നു. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസ് എവിടെ, എപ്പോൾ നടന്നു? ഹാങ്ഷൗ, ചൈന, 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ. 19 സ്വരചിഹ്നം ആമത് ഏഷ്യൻ ഗെയിംസ് 2023 ചൈനയിലെ ഹാങ്ഷൗവിൽ വെച്ച് നടന്നു. യഥാർത്ഥത്തിൽ 2022 നടക്കേണ്ടിയിരുന്ന ഈ കായികമേള കോവിഡ്-19 മഹാമാരി കാരണം ഒരു വർഷത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിലൊന്നാണിത്. ഏഷ്യൻ ഗെയിംസ് ഏത് ജനപ്രിയ പേരിലാണ് അറിയപ്പെടുന്നത്? ഏഷ്യാഡ്, ഏഷ്യയാഡ്. ഏഷ്യൻ ഗെയിംസ് ഏഷ്യാഡ് എന്ന ചുരുക്കപ്പേരിൽ ജനപ്രിയമായി അറിയപ്പെടുന്നു. ഈ പേര് കായിക ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും മാധ്യമങ്ങളിലും സാധാരണയായി കാണപ്പെടുകയും ചെയ്യുന്നു. 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 11 രാജ്യങ്ങൾ. ആദ്യ ഏഷ്യൻ ഗെയിംസിൽ 11 ഏഷ്യൻ രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത് ഈ വലിയ കായിക മാമാങ്കത്തിന്റെ തുടക്കമായിരുന്നു.